ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ അഭിപ്രായത്തോട് ശ്രീജിത്ത് പണിക്കർ എങ്ങനെ പ്രതികരിക്കുന്നു? ഈ 62ലെയും 65ലെയും കാര്യം പാർലമെൻറ്റിൻ്റെ രേഖകളാണ് ഞാൻ ഇവിടെ ഉദ്ധരിച്ചത്. അല്ല, അദ്ദേഹം പറഞ്ഞതിൽ ഒരുപക്ഷെ അദ്ദേഹം ഇപ്പോൾ ഈ ചർച്ചയിലില്ലെങ്കിലും ഇതൊരു പക്ഷേ അദ്ദേഹം വീണ്ടും ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതിക്കൊണ്ട് തന്നെ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും കൗതുകകരമായിട്ട് തോന്നിയിരുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സങ്കുചിതമായ ദേശാഭിമാനം എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞു. അത്ര സങ്കുചിതമായിട്ടുള്ള കാര്യമാണ് ദേശാഭിമാനമെങ്കിൽ അദ്ദേഹം ഒരു സഹയാത്രികനായിരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ മുഖപത്രത്തിൻ്റെ കേരളത്തിലെ പേരെന്താണ്? ദേശാഭിമാനി എന്നാണ്. അപ്പോൾ അത് ഏത് ദേശമാണ്? ചൈനയാണോ? ഇന്ത്യയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. ഒരുപക്ഷെ അദ്ദേഹം ഇന്ന് ഈ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു സംശയം, ഈ ദേശം എന്ന് പറയുന്നത് ഒരു പക്ഷേ ചൈനയായിരിക്കാം എന്നെനിക്കൊരു ഭയം. അതൊരു ഭയമാണ്, അല്ലാതെ ആധികാരികമായിട്ട് ഞാൻ പറയുകയല്ല. ഇവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. ഇവിടെ ശ്രീ ജോസുകുട്ടി പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ചൈന ഈ അധികാരത്തിൻ്റെ ഇക്വേഷൻസ് ഒക്കെ അവിടെ മാറിയിട്ട് നാളെ ഒരു ജനാധിപത്യ സംവിധാനത്തിലുള്ള ഒരു ചൈനീസ് ഭരണകൂടം അവിടെ ഉണ്ടാവുകയാണ് എങ്കിൽ അവർക്ക് ഇതേപോലെ രീതിയിലുള്ള സമീപനമായിരിക്കുമോ നമ്മൾ സ്വീകരിക്കുന്നത് എന്ന് പറയുന്നു. അവരുടെ സമീപനം എന്തായിരുന്നാലും എനിക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട്, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമീപനം ഇതായിരിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരോട്, നമ്മുടെ നാട്ടിലുള്ള CPM-ഉം CPI-യും ചൈനയോട് വളരെ ഫേവറബിളായിട്ടുള്ള ഒരു പൊസിഷൻ ഇപ്പോൾ എടുക്കുന്നതിൻ്റെ കാരണം അവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. നാളെ അത് മാറി ജനാധിപത്യമായി മറ്റൊരു സർക്കാർ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ചൈനയെ വളഞ്ഞിട്ട് എല്ലാവരും ആക്രമിക്കുന്നു എന്ന് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറയില്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കുറച്ച് കോമൺ സെൻസ് കൂടിയാണ്. കാരണം ഈ രാജ്യങ്ങളൊക്കെ തന്നെ, ഇവിടെ ഈ സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന രാജ്യങ്ങളൊക്കെ ഏതൊക്കെയാണ്? വളരെ സങ്കടത്തോടു കൂടി ദുഃഖത്തോടു കൂടിയൊക്കെ പറയുന്നത് നോർത്ത് കൊറിയയൊക്കെയാണ്. ജനാധിപത്യം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്ത രാജ്യം. ആ രാജ്യത്ത് നിന്ന് എന്തെങ്കിലും കാര്യം റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ആരെപ്പോൾ ഏത് സമയത്ത് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നത് ഭരണകൂടം. അവിടെയുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇലക്ഷൻ എന്ന് പറയുന്നൊരു കാര്യമില്ല. നിങ്ങൾ എപ്പോൾ വീടിന് പുറത്തിറങ്ങണം, ഏത് സമയത്ത് വീടിനകത്ത് കയറിയിരിക്കണം എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് TV ചാനൽ കാണണം, നിങ്ങൾ കാണണോ വേണ്ടയോ എന്നൊരു രാജ്യമൊട്ടാകെ തീരുമാനിക്കുന്ന രീതിയിലുള്ള ഭരണ സംവിധാനം നിലനിൽക്കുന്ന, ജനാധിപത്യ മൂല്യങ്ങളോ പൗരാവകാശങ്ങളോ തീരെ ഇല്ലാത്ത രാജ്യങ്ങളെ പറ്റിയാണ് ഈ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. നയതന്ത്രപരമായിട്ട് നോക്കുന്ന സമയത്ത് ആ രാജ്യങ്ങളും മറ്റ് രാജ്യങ്ങളുമായുള്ള പ്രശ്നങ്ങൾ നോക്കുന്ന സമയത്ത് ഈ കമ്മ്യൂണിസത്തിൻ്റെ ഇൻ്റർനാഷണൽ കോൺസെപ്റ്റ് വെച്ചിട്ട് ഇതിനെയൊക്കെ അളക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെയാണ് പ്രശ്നം. ഇനി അദ്ദേഹം പറഞ്ഞിരുന്നതിൽ 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, വളരെ കൗതുകകരമായിട്ട് തോന്നിയ മറ്റൊരു കാര്യമാണ് ഈ മാർട്ടയർഡം എന്നതിൽ, അല്ലെങ്കിൽ ഇവർക്ക് ഈ വീരമൃത്യു സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ചോദ്യങ്ങളുണ്ട് എന്ന്. എന്താണ് വീരമൃത്യു സംഭവിച്ചതിലുള്ള ചോദ്യം? അവർ മരിച്ചിരിക്കുന്നു. സൈനികരായിട്ടുള്ള ആൾക്കാർ അവിടെ ഒരു സംഘർഷ സാധ്യത ഉണ്ടായിരിക്കുന്ന സമയത്ത് മരിച്ചിരിക്കുന്നു. അതാണ് വീരചരമം. അങ്ങനെയുള്ള ആൾക്കാരാണ് വീരസ്വർഗം പൂകി എന്ന് നമ്മൾ പറയുന്നത്. ആ അഭിമാനമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ദേശസ്നേഹം ഉണ്ടായെങ്കിൽ മാത്രമേ മതിയാകൂ. അതിൽ ചോദ്യമില്ല. ഇവിടെ അതിൽ ചോദ്യമുള്ളത് CPI-ക്കും CPM-നും മാത്രമാണ്. മമതാ ബാനർജിക്ക് ചോദ്യങ്ങളുണ്ടല്ലോ. മമതാ ബാനർജിക്കുള്ള ചോദ്യങ്ങൾ ഇവിടെ നേരത്തെ നമ്മളിവിടെ സംസാരിച്ചതുപോലെ, ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് ചൈനീസ് പട്ടാളം കയറിയോ? നമ്മൾ അങ്ങോട്ടാണോ കയറിയത്? സംഘർഷ സാധ്യത ഉണ്ടായത് എവിടെയാണ്? നമ്മുടെ ഏതെങ്കിലും പ്രവിശ്യ ഇപ്പോൾ അവരുടെ കയ്യിലാണോ? ഏതെങ്കിലും പട്ടാളക്കാരെ അവർ പിടിച്ചു വെച്ചോ? ഇത്തരത്തിലുള്ള കാര്യങ്ങളിലാണ് ചോദ്യമുള്ളത്. ഈ സംഘർഷം എന്തുകൊണ്ടുണ്ടായി എന്ന കാര്യത്തിലാണ് ചോദ്യമുള്ളത്. അല്ലാതെ ഇവരുടെ ആരുടെയും ഈ വീരചരമം എന്ന് പറയുന്നതിൽ ശ്രീമതി മമതാ ബാനർജിക്കോ ശ്രീ സ്റ്റാലിനോ ഇന്ത്യയിലുള്ള മറ്റാർക്കെങ്കിലുമോ ശ്രീ അഖിലേഷ് യാദവിനോ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. ഇവിടെ സംശയം ആ കാര്യത്തിലുള്ളത് 2 പ്രസ്ഥാനങ്ങൾക്ക് മാത്രമാണ് എന്നുള്ളത് ലജ്ജാകരമായിട്ടുള്ള കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം, ഈ നേരത്തെ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഇവിടെ പറഞ്ഞിരുന്ന 4 രാജ്യങ്ങൾ, ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ. ഇത് പ്രധാനപ്പെട്ട ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ക്വാഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ക്വാഡ് കോമ്പിനേഷൻ വരുന്നത് തന്നെ സൗത്ത് ചൈന സീയിൽ ചൈനയുടെ ട്രേഡ് ആധിപത്യം, ആ ട്രേഡ് ആധിപത്യം എന്ന് പറയുന്നതാണ് ശ്രീ ജോസുകുട്ടി ഇവിടെ പറഞ്ഞതുപോലെ വലിയ ലോക പവറായി മാറുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ആഗ്രഹം. അതിനെ എങ്ങനെ ചെറുക്കാം, ഫലപ്രദമായിട്ട് ചെറുക്കാം എന്ന രീതിയിൽ ഈ പറയുന്ന രാജ്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള, അതായത് ഒരു വലിയ പവർ ഇന്ത്യയുടെ അതിർത്തിയെ വിഴുങ്ങുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്ന, വിഴുങ്ങിയിട്ടുള്ള ചരിത്രമുള്ള ഒരു വലിയ ശക്തി അവിടെ നിൽക്കുന്ന സമയത്ത് അതിനെ ദുർബലപ്പെടുത്തുക എന്ന് പറയുന്നതാണ് നമ്മുടെ രാഷ്ട്രീയം, അല്ലെങ്കിൽ അതാണ് നമ്മുടെ ദേശീയ ബോധം, ജനാധിപത്യ ബോധം. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, താങ്കൾ തന്നെ ഇവിടെ ശ്രീ ജോസുകുട്ടി നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഏതൊരു രാജ്യത്തിനും ഒരു സൂപ്പർ പവറായി മാറണമെങ്കിൽ ഈ പ്രദേശങ്ങളൊക്കെ തന്നെ, സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ കൈയടക്കണം. ഇന്ത്യ അങ്ങനെ ചെയ്യാറില്ല. ഇന്ത്യക്ക് വളരെ മോശപ്പെട്ട അയൽക്കാർ ഒരുപാടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ഇന്ത്യ ചോദിക്കുന്നത് അക്സായ് ചിന്നിനെ പറ്റിയാണ് ഇന്ത്യയുടെ പ്രശ്നം. അല്ലെങ്കിൽ ഇവിടെ അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്നാണ് പറയുന്നത്. 1975 ഹിതപരിശോധനയിലൂടെ ഇന്ത്യയിൽ വന്നിരിക്കുന്ന സിക്കിം ഇന്ത്യയുടേതാണ് എന്നാണ് പറയുന്നത്. ഈ പ്രശ്നമുണ്ടായിരിക്കുന്ന ലഘുലേഖ ആണെങ്കിലും ഈ പറയുന്ന കാലാപാനി ആണെങ്കിലും ഈ പറയുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ ഇന്ത്യയുടേത് എന്ന് ചരിത്രപരമായി തെളിയിക്കപ്പെടുന്ന സ്ഥലങ്ങളാണ്.
ഈ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീരായിട്ടിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഇന്ത്യയുടേതായിരുന്നതാണ്. ഈ സ്ഥലങ്ങളല്ലാതെ ഒരു ഇഞ്ച് സ്ഥലം മറ്റൊരാളിൻ്റേത് ഞങ്ങൾക്ക് വേണം എന്നൊരു നിലപാട് ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയും ഇന്നവരെ എടുത്തിട്ടില്ല. അപ്പോൾ അതെല്ലാം ഇവിടുത്തെ ഹൈന്ദവ ഫാസിസ്റ്റ് ശക്തികൾ ഇവിടെ ഇന്ത്യ ഇത്രയും കാലം ഭരിച്ചത് കൊണ്ടാണോ? അല്ലല്ലോ. ജവഹർലാൽ നെഹ്റുവിനെ ഒരിക്കലും അങ്ങനെ പറയില്ലല്ലോ. ഇന്ത്യ കണ്ട ഏറ്റവും സെക്കുലറായിട്ടുള്ള ഒരു നേതാവായിട്ടല്ലേ അദ്ദേഹം വിശേഷിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ചൈന എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഐഡിയോളജിയുടെ പേരിൽ അവർക്ക് പ്രശ്നമുള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യയാണോ? ചൈന ഏതൊക്കെ രാജ്യവുമായി ഇതുപോലെ അതിർത്തി പങ്കിടുന്നുണ്ടോ ആ രാജ്യങ്ങളുമായി എല്ലാം ചൈനയ്ക്ക് പ്രശ്നമുണ്ട്. ആ രാജ്യത്തിനെയാണ് ഇവിടെ ശ്രീ പിണറായി വിജയനും ശ്രീ കോടിയേരി ബാലകൃഷ്ണനും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. അതാണ് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ ചിന്തയുടെ ഭാഗമായി ചൈനയെ പിന്തുണയ്ക്കാൻ പോകുമ്പോൾ ടിബറ്റിൽ നടക്കുന്ന, തായ്വാനിൽ നടക്കുന്ന, ഹോങ്കോങ്ങിൽ നടക്കുന്ന മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ജനാധിപത്യ ധ്വംസനമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി എന്തുകൊണ്ടാണ് ഇവർക്ക് ചിന്തയില്ലാതെ പോകുന്നത്? ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. വളരെ പ്രധാനമായിട്ട് ചോദിച്ച ഒരു കാര്യമാണ്. അദ്ദേഹം തന്നെ, ശ്രീ സെബാസ്റ്റ്യൻ പോൾ തന്നെ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് ഉദാഹരണങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ എന്ന്. ഏത് സംഭവമാണ് എന്ന് നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞില്ലേ? ഞാൻ 2 സംഭവങ്ങൾ പറയാം. ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് കൽക്കട്ട തെസീസ് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന, ഇന്ത്യയിലുള്ള എല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന ഒരു സർക്കാർ ഇവിടെയുള്ള സമയത്ത് ആ സർക്കാരിനെ മറിച്ചിടുന്നതിന് വേണ്ടിയിട്ട് സായുധ വിപ്ലവം നടത്തുക എന്ന് പറയുന്നത് ദേശവിരുദ്ധമാണോ അല്ലയോ? ഇന്ന് കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ശ്രീ പിണറായി വിജയൻ സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് സായുധ വിപ്ലവം ഇവിടെ ഒരു കൂട്ടർ നടത്തിയാൽ ആ നടത്തിയിരിക്കുന്നത് ദേശവിരുദ്ധ പ്രവർത്തനമാണോ അല്ലയോ? ഇന്ന് ഇവിടെ സർക്കാരിനെതിരെ നടത്തിയിരിക്കുന്ന മാവോയിസ്റ്റ് ശ്രമങ്ങളെ വെടിവെപ്പിലൂടെ തന്നെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ചങ്കൂറ്റം കാണിച്ചിരിക്കുന്ന ശ്രീ പിണറായി വിജയൻ ഇവിടെ നൽകിയിരിക്കുന്ന സന്ദേശം എന്താണ്? സായുധ വിപ്ലവം എന്ന് പറയുന്നത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു സർക്കാരിനെതിരെ നടത്തുമ്പോൾ അത് ദേശവിരുദ്ധമാണ് എന്നുള്ള സന്ദേശം. ഇനി മറ്റൊന്നുകൂടി പറയാം. രണ്ടാമത്തെ ഉദാഹരണം, ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുൻപാണ് ഞാനിവിടെ ആദ്യത്തെ ഭാഗത്ത് സൂചിപ്പിച്ചതുപോലെ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ അപമാനിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്രത്തോളം ശ്രമിച്ചു. ജപ്പാനിലെ ടോജോയുടെ കയ്യിലെ കളിക്കുട്ടി, ജപ്പാനിലെ ടോജോയുടെ പട്ടി കഴുത, യോസഫ് ഗിബൽസിൻ്റെ പട്ടി തുടങ്ങിയ രീതികളിൽ പറഞ്ഞ് ചട്ടുകമെന്നും 5-ാം പത്തി എന്നും പറഞ്ഞ് ചതിയനായിട്ട് ചിത്രീകരിച്ച് കാർട്ടൂണുകൾ പ്രസിദ്ധീകരിച്ചില്ലേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപ്രസിദ്ധീകരണമായ പീപ്പിൾസ് വാറിൽ? അപ്പോൾ ഇത് പ്രസിദ്ധീകരിച്ചതിന് ശേഷം 60 വർഷങ്ങൾക്ക് ശേഷം പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ബുദ്ധദേവ് ഭട്ടാചാർജി അദ്ദേഹം 60 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു, നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ തീവ്രമായ ദേശീയ ബോധത്തെ മനസ്സിലാക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പരാജയപ്പെട്ടു, ഞാൻ മാപ്പ് ചോദിക്കുന്നു. അപ്പോൾ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇനിയും ഒരു 6 പതിറ്റാണ്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ന് വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് അന്ന് മറ്റൊരു സെബാസ്റ്റ്യൻ പോൾ അന്ന് തിരുത്തിയേക്കാം. പക്ഷേ അതുവരെ ഒരുപക്ഷെ ഈ പ്രസ്ഥാനം ഇതേ രീതിയിൽ തന്നെ പിന്തുടർന്നു പോകും. ഓക്കെ, താങ്കളിലേക്ക് വീണ്ടും വരാം. ഡോക്ടർ ജയപ്രസാദ്, ഈ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂവേഷൻ താങ്കളിൽ നിന്നാണ് വരേണ്ടത്. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ അന്നത്തെ സോഷ്യലിസ്റ്റ് കോൺഗ്രസിൻ്റെ സഹയാത്രികരായിരുന്ന വി.കെ. കൃഷ്ണമേനോനും പണിക്കരും ചേർന്നല്ലേ നെഹ്റുവിനെ വഴിതെറ്റിച്ചത്? അതെ, ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് അമേരിക്കൻ സാമ്രാജ്യത്വം അല്ലെങ്കിൽ ആംഗ്ലോ അമേരിക്കൻ സാമ്രാജ്യത്വം എന്നുള്ള ഒരു പദപ്രയോഗം ഉപയോഗിച്ചുകൊണ്ടാണ് വി.കെ. കൃഷ്ണമേനോനും സർദാർ കെ.എം. പണിക്കരും, ചൈനയിലെ ആദ്യത്തെ അംബാസിഡർ ആയിരുന്ന മലയാളിയായ കെ.എം. പണിക്കർ, അവർ രണ്ടുപേരും നെഹ്റുവിനെ വഴിതെറ്റിക്കുന്നതിൽ പ്രധാന റോൾ വഹിച്ചവരാണ്. ടിബറ്റ് എന്ന് പറയുന്ന സമാധാനപൂർണമായ ഒരു സംസ്കാരമുള്ള ഒരു ജനതയെ 1914 മുതൽ ബ്രിട്ടീഷ് പ്രൊട്ടക്ടറേറ്റ് ആയിട്ട് നിന്നിരുന്ന ഒരു ജനതയെ സ്വാതന്ത്ര്യാനന്തരം ഭാരതമാണ് അവരുടെ വിദേശ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അത് ചൈനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായത് ചൈനയുടെ ഇടയിൽ ഒരു അമേരിക്കൻ ബ്രിട്ടീഷ് താല്പര്യത്തിലെ ആംഗ്ലോ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഒരു ടിബറ്റൻ രാജ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് സർദാർ പട്ടേൽ സർദാർ കെ.എം. പണിക്കർ റിപ്പോർട്ട് ചെയ്തത്. ഇത് തന്നെയായിരുന്നു അന്ന് സോവിയറ്റ് യൂണിയന്റെ താല്പര്യമാണ്. ആ സമയത്ത് അന്നത്തെ ചൈന എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയന്റെ കീഴിൽ വിപ്ലവം നടന്ന ഒരു രാജ്യമാണ്. ഇതേ നിലപാട് സോവിയറ്റ് യൂണിയന്റെ താല്പര്യം മാനിച്ചാണ് സർദാർ പട്ടേലും സർദാർ കെ.എം. പണിക്കരും കൃഷ്ണമേനോനും ഈ നിലപാടെടുത്തത്. അപ്പൊ അവിടെ നമ്മൾ അതിനുശേഷം ഇതിനകത്ത് വ്യത്യാസമുണ്ടാവുകയും സോവിയറ്റ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ 2 നിലപാടെടുക്കുകയും ചെയ്യുന്ന സാഹചര്യം വരികയും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2ആയിട്ട് പിളരുകയും ചെയ്തു. പക്ഷെ അതിനു മുമ്പ് 1-2 കാര്യങ്ങളൂടെ പറയേണ്ടതുണ്ട്. ഇവിടെ സൂചിപ്പിച്ച രാഷ്ട്ര താല്പര്യം, ഇടുങ്ങിയ രാഷ്ട്ര താല്പര്യം എന്നുള്ളൊരു കാഴ്ചപ്പാട് സെബാസ്റ്റ്യൻ പോൾ ഉപയോഗിച്ചു.
ആ കാഴ്ചപ്പാട് വിശാലമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഗോള നിലപാടിൽ നിന്നോട് ജോസൂട്ടി പറഞ്ഞതുപോലെ അവർക്ക് അങ്ങനെ ഇടുങ്ങിയ രാഷ്ട്ര താല്പര്യം മാനിക്കാൻ കഴിയുമോ? അവിടെ അല്പം ചരിത്രത്തിലേക്ക് പോകേണ്ടതുണ്ട്. 1939 ഹിറ്റ്ലറുമായിട്ട് സ്റ്റാലിൻ നോ വാർ പാക്ട് ഒപ്പുവെക്കുകയുണ്ടായി. അതിനുശേഷമാണ് പോളണ്ടിനെ രണ്ട് കൂട്ടരും ചേർന്ന് ഡിവൈഡ് എടുക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. അതിനുശേഷം 1941 ഹിറ്റ്ലർ റഷ്യ ആക്രമിച്ചതിന് ശേഷം എന്താണ് സോവിയറ്റ് യൂണിയന്റെ രാഷ്ട്ര താല്പര്യം എന്ന് നമുക്ക് നോക്കാം. സോവിയറ്റ് യൂണിയൻ സാമ്രാജ്യത്വ ശക്തികൾ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരുന്ന അമേരിക്കയോടും ബ്രിട്ടനോടും ചേർന്നുകൊണ്ടാണ് 1941 മുതൽ 45 വരെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പോരാടിയത്. അപ്പോൾ അവിടെ അന്നേരം റഷ്യയുടെ താല്പര്യം, ഹിറ്റ്ലർ റഷ്യയെ ആക്രമിക്കാൻ വന്നപ്പോഴത്തേക്കും അന്ന് സാമ്രാജ്യത്വത്തോടൊപ്പം നിന്നുകൊണ്ടാണ് 4 വർഷം രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയോടൊപ്പം തോളോട് തോള് ചേർന്ന് നിന്നാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ചത്. അപ്പൊ അത് പിന്നീട് രണ്ടുപേരും ശീതസമര കാലഘട്ടത്തിൽ രണ്ട് ധ്രുവങ്ങളായി എന്നുള്ള മറ്റൊരു കാര്യം. അപ്പൊ ഇവിടെ ഇന്ത്യയുടെ കാര്യം വരുമ്പോഴും മാത്രമാണ് രാഷ്ട്ര താല്പര്യത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിശാല നിലപാട് അവർ പറയുന്നത്. മറ്റൊന്ന്, നമ്മുടെ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളിൽ ഒന്ന് രണ്ട് തിരുത്തൽ കൂടെ പറയേണ്ടതുണ്ട്. ഞാൻ മറ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി മരിക്കുന്ന സാധാരണ ഒരു പാർട്ടി പ്രവർത്തകൻ, ഒരു സംഘർഷത്തിൽ മരിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകനെ അവർ രക്തസാക്ഷികൾ എന്നാണ് പറയുക. എല്ലാ സമ്മേളനങ്ങൾക്കും അവർ രക്തസാക്ഷികളെ അനുസ്മരിച്ചിട്ടാണ് ചെയ്യുക. അപ്പൊ രാഷ്ട്രത്തിന് വേണ്ടി മരിക്കുന്ന ഒരു ധീര സേനാനി, അദ്ദേഹം രാഷ്ട്രത്തിന് വേണ്ടി മരിക്കുന്ന ധീര സേനാനിയെ അവർക്ക് ഈ ഒരു രക്തസാക്ഷി എന്ന് പറയാൻ മടിക്കുന്നു എന്ന് പറയുന്ന ആ വൈരുദ്ധ്യം നമ്മളിവിടെ കാണേണ്ടതുണ്ട്. മറ്റൊരു തിരുത്തൽ വേണ്ടത്, നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ ജോസൂട്ടി പറഞ്ഞതുപോലെ പറഞ്ഞ ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ട് അതൊരു തിരുത്തൽ അദ്ദേഹം നടത്തേണ്ടതുണ്ട്. കാരണം 1933 ഹിറ്റ്ലർ ചാൻസലറായിട്ട് ജർമ്മനിയിൽ അധികാരത്തിൽ വരുന്നത്. 1945 വരെ അദ്ദേഹം ജർമ്മനിയുടെ അധിപനായിരുന്നു. അപ്പൊ 1925 രൂപീകരിച്ച രാഷ്ട്രീയ സ്വയംസേവക സംഘം ഹിറ്റ്ലറിൽ നിന്നാണ് ആദർശം ഉൾക്കൊണ്ട് എന്ന് പറയുന്നതിന്റെ വൈരുദ്ധ്യം ഒരു അക്കാഡമിക തലത്തിൽ അദ്ദേഹം ഒരു പുനർവിചിന്തനം നടത്തേണ്ടതാണ്. മറ്റൊന്ന്, നേരത്തെ മുസോളിനിയുടെ പേര് പറയുന്നു ഡോക്ടർ ജയപ്രസാദ്. രണ്ടുപേരും അധികാര രാഷ്ട്രീയ സ്വയംസേവക സംഘം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ. പക്ഷെ RSSന്റെ ആശയം പൂർണ്ണമായിട്ടും സ്വദേശീയമാണ്, ധർമാധിഷ്ഠിതമാണ്. ബന്ധപ്പെട്ടാണ് അതിനെ കുറെ ഒക്കെ ഉണ്ട്. ഇത്തരത്തിലുള്ള ദേശീയമായ തീവ്ര ദേശീയ ആശയങ്ങൾ, ഈ ഫാസിസ്റ്റ് ആശയങ്ങൾ ഹിറ്റ്ലറിനോട് മാത്രമായി ഉണ്ടായ ഒന്നല്ല. ദേശീയത എന്ന് പറയുമ്പോൾ എങ്ങനെയാ ഡോക്ടർ ജോസൂട്ടി ഫാസിസ്റ്റ് ആകുന്നത്? അതിന് ദേശീയതയ്ക്ക് ഫാസിസ്റ്റ് സ്വഭാവം കൈവരിക്കാം. അതാണ് ഹിറ്റ്ലറിന് സംഭവിച്ചത്. ഡോക്ടർ ജയപ്രസാദ് ബോധപൂർവം കൊണ്ടുവന്ന ഒരു കള്ളപ്രചരണമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ മേഖലയിൽ പഠിച്ചൊരാളെന്ന് നിൽക്കുന്നത്. ഞാൻ അതുകൊണ്ട് ഒരു അദ്ദേഹത്തിനോട് ഒരു അഡ്വൈസ് ചെയ്താണ്. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോഴും വസ്തുതകളെ നിരത്തി പറയണം. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾ വസ്തുത വെച്ചുകൊണ്ട് തന്നെ പറയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടിനെ കുറിച്ച് ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രി ആയിരുന്ന ഗുൽസാരിലാൽ നന്ദ 1965 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനീസ് സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് 40 കോടി രൂപ കൈപ്പറ്റി എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതാണ്. അതിനു മുമ്പ് തന്നെ നമുക്ക് 1959 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തില് ഇതെല്ലാം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതിൽ തന്നെ നമ്മൾ അജയ് ഘോഷ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരുന്നതിന് മുമ്പ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പൊ അദ്ദേഹം സോവിയറ്റ് നിലപാടെടുക്കുകയും ചെയ്യുന്നു. ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം തന്നെ പരസ്യമായിട്ട് പറഞ്ഞു, ചൈനയും റഷ്യയും സായുധ വിപ്ലവത്തിന് സന്നാഹം ചെയ്യണമെന്നും ഇന്ത്യൻ സേനയിൽ നുഴഞ്ഞു കയറണമെന്നും നിർദ്ദേശിച്ചതായിട്ട് അജയ് ഘോഷ് തന്നെ പിന്നീട് പ്രഖ്യാപിച്ചു. ഇതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി. ഡോക്ടർ ജയപ്രസാദ്, അതിനകത്ത് ഒരു കറക്ഷൻ ആവശ്യമാണ്. അത് ഈ ബെനഡിക്റ്റോവും മിത്രോക്കിൻ ആ ഡോക്യുമെന്റ്സ് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്ത് ഈ സൈന്യത്തിലേക്ക് നുഴഞ്ഞു കയറാനുള്ള കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഈ കേരളത്തിലെ EMS സർക്കാരിനെ പിരിച്ചുവിട്ടതിന് ശേഷം 1950 ജൂലൈയിൽ ശേഷം ഓഗസ്റ്റിലും സെപ്റ്റംബറിലും ഒക്ടോബറിലും നവംബറിലും ഒക്കെ ഒരുപാട് പേർക്കാണ്. ഇതിലെല്ലാം തന്നെ സായുധ വിപ്ലവം എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നത് സേനയിലൂടെയാണ്. അപ്പൊ ഭാരതത്തിൽ അതിനവർക്ക് കഴിഞ്ഞില്ല. അപ്പൊ ആ തരത്തിൽ സായുധ വിപ്ലവം നടത്തുന്നതിന് വേണ്ടിയിട്ട് വളരെ പരസ്യം, ഇതൊക്കെ തന്നെ ഔദ്യോഗികമായ റെക്കോർഡിലാണ് ഞാൻ പറയുന്നത്. ഇനി മറ്റൊരു വിഷയം നമുക്ക് 62 വരാം. ഞാൻ നമ്മുടെ നാട്ടിലെ അച്യുതാനന്ദനിലേക്ക് വരാം. 62 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് പിളർന്നിരുന്നില്ല. പക്ഷേ ചൈനീസ് നിലപാടെടുത്ത വിഭാഗത്തിനെ ജയിലിൽ അടച്ചു നെഹ്റുവിന്റെ സർക്കാർ. അച്യുതാനന്ദൻ ജയിലിലായിരുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായ ഈ ആരോപണങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ആശയം വെച്ചു. സേനയ്ക്ക് വേണ്ടിയിട്ട് രക്തദാനം നിർവഹിക്കാം, അതുപോലെ കിട്ടുന്ന റേഷന്റെ പൈസ സംഭാവന ചെയ്യാനൊക്കെ തീരുമാനം. അവിടെ തന്നെ പാർട്ടിയുടെ ജയിലിലെ ഘടകം
അന്ന് അതിനെതിരെ ശക്തമായി എതിർക്കുകയും അദ്ദേഹത്തിന് അവസാനം അതിനൊരു അന്വേഷണ കമ്മീഷൻ വെക്കേണ്ടായി. KPR ഗോപാലനാണ് ആ കമ്മീഷൻ നയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ സെൻട്രൽ കമ്മിറ്റി തരം താഴ്ത്തുകയുണ്ടായി. ജയപ്രസാദ്, അതിനകത്ത് OJ ജോസഫ് എന്ന് പറയുന്ന പിന്നീട് രാജ്യസഭാ MP ആയ അദ്ദേഹമാണ് ജയിലിൽ അന്ന് ആ കമ്മിറ്റി ഈ VS-നെതിരെ നിലപാടെടുത്തത്. അല്ല, അതൊരു സംഘർഷത്തിലേക്ക് വരെ വന്നു. അവിടെ കമ്മ്യൂണിസ്റ്റുകളുടെ ഇടയിൽ ഒരു സംഘർഷം വരെ ഉണ്ടായതാണ് അവിടുത്തെ വിഷയം. അപ്പോൾ OJ ജോസഫാണ് അതിൽ ആ നിലപാടെടുത്തത്. മറ്റൊരു കാര്യം നമുക്കറിയാം, ടിയാൻമെൻ സ്ക്വയറിൽ ആയിരക്കണക്കിന് കുട്ടികളെ കൊന്നൊടുക്കിയതിന് ശേഷം, ചൈനയുടെ ടാങ്ക് ഉപയോഗിച്ച് കൊന്നൊടുക്കിയതിന് ശേഷം നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ചിന്തകനായിരുന്ന P. ഗോവിന്ദപിള്ള ഒരു ലേഖനം എഴുതിയുണ്ടായി. അദ്ദേഹം അതിനെ അപലപിച്ചു. അദ്ദേഹം നമുക്കറിയാം, ഗോവിന്ദപിള്ളയുടെ കമ്മ്യൂണിസ്റ്റ് അപബോധത്തെ കുറിച്ച് നമുക്കാർക്കും സംശയമില്ല. അവസാന നിമിഷം വരെ അദ്ദേഹം നല്ലൊരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. പക്ഷെ എന്നാലും ആ വിദ്യാർത്ഥികളോട്, നിരായുധരായ വിദ്യാർത്ഥികളോട് യുദ്ധരംഗത്തുള്ളതുപോലെ ടാങ്ക് ഉപയോഗിച്ചുകൊണ്ട് 10,000-ങ്ങളെ കൊന്നൊടുക്കിയ ടിയാൻമെൻ സ്ക്വയർ സംഭവത്തിനെതിരെ അപലപിച്ചുകൊണ്ട് അദ്ദേഹം ലേഖനം എഴുതി അദ്ദേഹത്തിനെ പാർട്ടി സെൻസർ ചെയ്യും. അദ്ദേഹത്തിന്റെ ദേശാഭിമാനിയിലും AKG സെന്ററിലെ സ്ഥാനത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ, വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ടാണ് പലപ്പോഴും ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്ന് പറയുന്നത്, നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതിൽ ഒരു കാര്യം കൂടെ എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായതുകൊണ്ട് അല്ല പിന്തുണയ്ക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, ചൈന ഇപ്പൊ നേപ്പാൾ ഇന്ന് പൂർണ്ണമായിട്ടും ചൈനയുടെ കൈവശമായിട്ടുണ്ട്. എങ്ങനെയാണ് നേപ്പാൾ ചൈനയുടെ കൈവശമായത്? അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രൂപീകരിച്ചത് ശരിക്കും 91-ന് ശേഷമാണ് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. തന്നെ പിന്നീട് നമ്മൾ കാണുന്നത് 2005-ന് ശേഷമാണ്. പ്രചണ്ഡയുടെ വിപ്ലവ പ്രവർത്തനങ്ങളിൽ നിന്ന്, തീവ്രവാദത്തിന് നിന്ന് മാറിയതിനു ശേഷം 2005-ന് ശേഷം, അത് ഇന്ത്യയിലെ UPA ഗവൺമെന്റിന്റെ സമയത്ത് CPM, ശരിക്കും സീതാറാം യെച്ചൂരി വളരെ റോൾ വഹിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നത് നേപ്പാളിലോട്ട്. ഇന്ന് നമുക്ക് നേപ്പാളുമായിട്ടുള്ള ബന്ധം തകരാറിലായെങ്കിൽ ഡിപ്ലോമാറ്റിക് ലെവലിൽ നമുക്ക് നേപ്പാളുമായിട്ട് ബന്ധം നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. കാരണം ചൈനയാണ് ഡിസൈഡ് ചെയ്തത്. അപ്പൊ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രൂപീകരിച്ചത് ഇതുപോലെ ഒരു ബാഹ്യ പിന്തുണയിൽ ഇവിടെ ശാക്തീകരിക്കാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ടാണ് ചൈനയുടെ നിലപാടുകളെ പിന്തുണയ്ക്കുന്നത്. അല്ലാതെ ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായത് മാത്രമല്ല ചൈന കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈന മറ്റൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായ വിയറ്റ്നാമിനെ 78-ൽ ആക്രമിച്ചപ്പോൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപലപിച്ചിരുന്നില്ല. കാരണം ഇന്ന് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എത്ര തവണ ചൈന സന്ദർശിച്ചിട്ടുണ്ട് എന്ന് മാത്രം നോക്കിയാൽ മതി. എല്ലാ വർഷവും സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നു. അതിലേക്ക് വരാം. എനിക്ക് ശ്രീ ജെ നന്ദകുമാറിലേക്ക് വീണ്ടും ഒന്ന് പോകേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു വ്യക്തമായ മറുപടി ഡോക്ടർ ജോസൂട്ടിക്ക് കൊടുക്കണം. ദേശീയത എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ചിന്ത, ഇത് ഭാരതത്തിൽ അടിസ്ഥാനപരമായിട്ട് രൂഢമൂലമാണ്. ഇവിടുത്തെ ഓരോ ഭാരതീയൻ്റെ ഹൃദയത്തിൽ കൊത്തിവെച്ചിട്ടുള്ളതാണ് ദേശീയത എന്ന വികാരം. അതിനെ ഫാസിസ്റ്റായിട്ട് കാണാൻ കഴിയുമോ? ഇവിടെയാണ് ഈ എന്തുകൊണ്ടെല്ലാമോ ഈ ഒരു കപടമായ പുരോഗമനവാദം മനസ്സിലുള്ള ആൾക്കാർ, നേരത്തെ ഡോക്ടർ ജയപ്രസാദ് സാറൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ നറേറ്റീവിൻ്റെ, അക്കാഡമിക് നറേറ്റീവിൻ്റെ ഭാഗമായി കഴിഞ്ഞിട്ടുള്ള ഈ ഒരു തെറ്റായ സങ്കല്പം, അതിൽ നിന്നാണ് ഇത്തരം വാദഗതികളൊക്കെ ഉയർന്നു വരുന്നത്. ഭാരതത്തിൻ്റെ അന്തസ്സത്തെ, ഭാരതത്തിൻ്റെ ഉള്ളിലെ രാഷ്ട്രബോധത്തെ, രാഷ്ട്രസങ്കല്പത്തെ തിരിച്ചറിയാതിരിക്കുന്നത് കൊണ്ടാണ് ഇത്തരം വാദഗതികൾ ഉയരുന്നത്. ഉണ്ട്, ലോകത്ത് അന്ധമായ സങ്കുചിതമായ ദേശീയവാദം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള പല ദേശങ്ങളും ഉണ്ട്. അത് നമ്മുടെ ലോകമഹായുദ്ധങ്ങൾക്ക് പോലും കാരണമായിട്ടുമുണ്ട്. പക്ഷെ ഭാരതത്തിൽ നിലനിൽക്കുന്ന ആ സങ്കല്പം എത്രയോ ഉദാത്തമാണ്. നമ്മുടെ ദേശീയതാ സങ്കല്പം, നമ്മുടെ രാഷ്ട്രബോധം എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാന സങ്കല്പങ്ങളിൽ വസുധൈവ കുടുംബകം കൂടിയുണ്ട്. ലോകത്തെ മുഴുവൻ ഒരു കുടുംബമായി കാണുന്ന സങ്കല്പം കൂടി വളർന്നു വന്നത് ഈ രാഷ്ട്രത്തിൽ നിന്നാണ്. കാരണം ഈ രാഷ്ട്രത്തിൻ്റെ സൃഷ്ടി തന്നെ ലോകമംഗളത്തിന് വേണ്ടി തപം ചെയ്ത സന്യാസിമാരുടെ ഓജോ ചൈതന്യങ്ങളിൽ നിന്നാണെന്ന് അഥർവവേദം പറയുന്നു. ഈ രാഷ്ട്രസങ്കല്പം അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അത് വൈദിക കാലത്തോളം പഴക്കമുള്ളതാണ് നമ്മുടെ ഈ രാഷ്ട്രസങ്കല്പം. ആ രാഷ്ട്രസങ്കല്പത്തിൽ ഒന്ന്, ഈ ഭൂമണ്ഡലത്തോട്, ഈ പ്രദേശത്തോട് നമുക്ക് ഒരു മാതൃപുത്ര ബന്ധമുണ്ട്. അതുകൊണ്ടാണ് വേദവും പറയുന്നത് സമുദ്രപര്യന്ത ഏകരാട് മാതാ ഭൂമി പുത്രോഹം പൃഥിവിയ.
ഈ മണ്ണിനെ അമ്മയായി കാണുന്ന ഒരു വികാരം വളർന്നു വരുന്നതോടൊപ്പം തന്നെ ആ വികാരത്തോടൊപ്പം മറ്റു ലോകരാഷ്ട്രങ്ങളെ തകർക്കുകയും അവരുടെ അതിരുമാന്തലുമാണ് ലോകശക്തിയാകാനുള്ള ഉപാധി എന്ന ഈ പാശ്ചാത്യ സങ്കല്പമുണ്ടല്ലോ, ആ സങ്കല്പത്തിൽ നിന്നാണ് ഇത്തരം വികലമായ ധാരണകളൊക്കെ ഉയർന്നു വരുന്നത്. ലോകശക്തിയാകാനുള്ള ഏക ഉപായം എന്ന് പറയുന്നത് അന്യന്റെ അതിരുമാന്തലാണോ? അങ്ങനെ എവിടെയാ പറഞ്ഞിട്ടുള്ളത്? ലോകത്തൊരിടത്തും അങ്ങനെ ഉണ്ടായിട്ടുമില്ല. അങ്ങനെ ചെയ്തവരുടെ ഒക്കെ അല്ല ഡോക്ടർ ജോസൂട്ടി ചോദിച്ചത് അങ്ങനെ അതിരു മാന്താതെ ലോകശക്തി ആയിട്ടുള്ള ഏത് രാജ്യവും ഉണ്ടെന്നാണ്. ഭാരതം ലോകശക്തിയായി വിരാജിച്ചിരുന്നത് സർ ഒരു അതിരും മാന്തിയിട്ടല്ല. ചരിത്രം ഈ അന്താരാഷ്ട്ര ബന്ധങ്ങളെ കുറിച്ചുള്ള ക്ലാസ് എടുക്കുന്നതിനിടയിൽ നേരത്തെ ഡോക്ടർ ജയപ്രസാദ് സാറ് പറഞ്ഞതുപോലെ ഈ ഭാരതത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടുകൂടി ഈ ദേശീയതയെ കുറിച്ചുള്ള അധ്യയനം നടത്തണമെന്നൊരു അപേക്ഷയുണ്ട് എനിക്ക്. ഭാരതം ഏത് അതിർ രാജ്യത്തിന്റെ പ്രദേശങ്ങളെ കീഴടക്കിയിട്ടാണ് ലോകമഹാശക്തിയായി വിരാജിച്ചത്? എത്രയോ മഹാപണ്ഡിതന്മാർ പറഞ്ഞിരുന്നു ഭാരതം ലോകത്തിലെ ഒന്നാം നിലയിലുള്ള രാഷ്ട്രമായിരുന്നു എന്ന്. അത് എല്ലാവരോടും സൗമനസ്യത്തോടെ സഹകരണത്തോടു കൂടി പെരുമാറി രാഷ്ട്രത്തെ ശക്തമാക്കി നിലനിർത്തുകയും ചെയ്തു. അതാണ് ചെയ്യേണ്ടത്, അല്ലാതെ ലോകത്ത് സമാധാനം ഉണ്ടാവില്ല. ഇതൊരു തരത്തിൽ പറഞ്ഞാൽ അങ്ങ് പറഞ്ഞത് ഒരു കാർട്ടോഗ്രാഫിക് എക്സ്പാൻഷനിസത്തിൻ്റെയോ ഒരു ഇമ്പീരിയലിസത്തിൻ്റെയോ സങ്കല്പമാണ് ചൈനയും റഷ്യയും ഒക്കെ ഉയർത്തിപ്പിടിച്ചത്. ആ വാദഗതിയാണ്. എല്ലാ ലോകരാഷ്ട്രങ്ങളും ഇപ്പോൾ ലോകത്ത് സമ്പന്നമായി നിൽക്കുന്ന രാഷ്ട്രങ്ങളൊക്കെ അതിർത്തി പ്രദേശം മുഴുവൻ കവർന്നെടുത്തിട്ടാണോ അവരുടെ സമ്പന്നത നിലനിർത്തിയത്? അവരുടെ രാഷ്ട്രത്തെ ശക്തിപ്പെടുത്തിയിട്ടാണ്. അതൊന്ന് വളരെ ലളിതമല്ലേ? ഞാൻ ഓരോ ഉദാഹരണമൊന്നും പറയേണ്ട ആവശ്യമില്ല ഈ കാര്യത്തിൽ. വളരെ വ്യക്തമാണ്. ചൈനയോ റഷ്യ ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ട കാര്യമാണ് ഇന്ന് ചൈന ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചൈനയ്ക്ക് ആത്യന്തികമായ വലിയ പരാജയം ചൈന നേരിടാൻ പോവുകയാണ്. 1949 ശേഷമുള്ള ചൈനയുടെ ഭൂപടം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ ജയപ്രസാദ് സാറ് റഷ്യ എങ്ങനെയാണ് ഓരോരോ ചെറിയ രാഷ്ട്രത്തെയും അസർപ്പ് ചെയ്തത് എന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെയാണ് ചൈനയും സ്വന്തം ഭൂവിസ്തൃതി വിസ്താരപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അതെല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. ഇപ്പോൾ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു പോകുമ്പോൾ നേരത്തെ അദ്ദേഹം വീരമൃത്യുവിനെ കുറിച്ച് ഒരു പുച്ഛഭാവത്തിൽ പറഞ്ഞതുപോലെ മറ്റൊരു ചോദ്യം കൂടി ഉത്തരം പറയാതെ തന്നെ സൂചിപ്പിച്ചിട്ടാ പോയത്. 1976 ശേഷം ആദ്യമായി എന്നിങ്ങനെ ആവർത്തിക്കുന്നത് കേട്ടു. എന്തുകൊണ്ടാണ് ഉണ്ടാകാതിരുന്നത്? ഒരു ഗൽവാൻ ഇപ്പൊ ഉണ്ടായ ആ ഏറ്റുമുട്ടൽ ഉണ്ടാകാതിരുന്നത് എന്താ? നമ്മൾ പഞ്ചപുച്ഛമടക്കി ഈ കടന്നുകയറ്റങ്ങളൊക്കെ അംഗീകരിച്ചു. അതുകൊണ്ടാണ് 1962 ഈ അക്സായിച്ചാൻ മേഖല പിടിച്ചെടുക്കപ്പെട്ടതിന് ശേഷം എത്ര തവണ ചൈന നമ്മുടെ ഉള്ളിലേക്ക് കടന്നു കയറി പ്രദേശങ്ങൾ പിടിച്ചടക്കി കൊണ്ടുപോയി അവരുടെ സ്ഥാപനങ്ങൾ, അവരുടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കി. 2008 ചുമൂർ മേഖലയിൽ 250 കിലോമീറ്റർ നീളമുള്ള ആ പ്രദേശത്തിലേക്കാണ് ടിയാപാങ്ങക്കും ചാബാജി താഴ്വരയും 2008 തന്നെ ടോം ജോക്ക് ജറാവർ കോട്ട തകർച്ചു കളഞ്ഞു അവർ. വളരെ നിർണായകമായ പ്രദേശം. 2008-9 കാലഘട്ടത്തിൽ ഡ്രംചേലി ഒരു വളരെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ട്രേഡിംഗ് പോയിന്റാണ്. അത് നമ്മൾ കളഞ്ഞു കുളിച്ചു. ഡ്രംചേലി അവിടെ ഒന്നും നമ്മൾ എതിർക്കാൻ പോയില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് പീസ് ആൻഡ് ട്രാങ്ക്വിലിറ്റി എന്നാണ്. 6 ബൈപോളാർ അല്ലെങ്കിൽ ഉഭയകക്ഷി എഗ്രിമെന്റ്സ് ഉണ്ടാക്കി. ആ എഗ്രിമെന്റ്സിൽ എവിടെയും യഥാർത്ഥ നിയന്ത്രണ രേഖയെ സംബന്ധിച്ചുള്ള ചർച്ച ഉണ്ടായിരുന്നില്ല. ചർച്ച ചെയ്യാൻ തയ്യാറായില്ല. 2012 ഈ ടോം ജോക്ക് മേഖലയിൽ ഒരു ഒബ്സർവിംഗ് പോയിന്റ് അവരുണ്ടാക്കി. 13 കോൺക്രീറ്റ് ബിൽഡിംഗ് ഉണ്ടാക്കി. ഈ കടന്നുകയറ്റത്തിന്റെ സമയത്തൊക്കെ പഞ്ചപുച്ഛം അടക്കി നിന്നുകൊണ്ട് അന്ന് ഭാരതത്തിന്റെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന നമ്മുടെ കേരളീയനായ വ്യക്തി പറഞ്ഞതുപോലെ നമ്മുടെ ഒരു നയമാണ് അതിർത്തി പ്രദേശത്ത് ഒരു തരത്തിലുള്ള റോഡ് ഉണ്ടാക്കരുത് എന്ന് നമ്മുടെ നയമാണ്. നിർമ്മാണ പ്രവർത്തനവും സൈന്യത്തിന് പോകാൻ കഴിയുന്ന ഒരു നിർമ്മാണ പ്രവർത്തനം ഉണ്ടാക്കുന്ന അത് ഉണ്ടാക്കിയാൽ അവര് നമ്മളെ ആക്രമിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പണ്ട് ചാണക്യന്റെ യുദ്ധനീതിയിൽ പറയുന്നുണ്ട്, നമ്മളതിർത്തിയിലേക്ക് ഈ റോഡ് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. വൈ കോണ്ട് വി യൂസ് ദാറ്റ് എന്ന് ഉള്ള തൻ്റെ ഇടത്തോട് കൂടിയിട്ടുള്ള ചങ്കൂറ്റത്തോടുള്ള സമീപനം സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. അതാണ് സംഭവിച്ചത്. എന്നിട്ട് അഭിമാനത്തോടെ ചൈനയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനെ കുറിച്ച് സംസാരിക്കുകയാണ് പാർലമെന്റിൽ നിന്നിട്ട്.
ഇവിടുന്ന് അവിടേക്ക് പോയ അന്നത്തെ വിദേശകാര്യമന്ത്രി, ആ വിദേശകാര്യമന്ത്രി പറഞ്ഞത് എന്താ? കോൺഗ്രസിന്റെ അദ്ദേഹം പറഞ്ഞത് ചില കൺഫ്യൂഷൻസ് ഉണ്ട് അതിർത്തിയെ സംബന്ധിച്ച്, അത് ലോക്കൽ ഇഷ്യൂസ് ആണ്. ഈ ലോക്കൽ കമാൻഡർ ഇഷ്യൂ അതിനെയാണ് ചൈന ദുരുപയോഗം ചെയ്തുകൊണ്ട് തുടർച്ചയായി ഈ നട്ടലില്ലായ്മ ഉപയോഗിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. പക്ഷെ 2014 മുതൽ സ്ഥിതിഗതികൾ മാറി. ആ മാറിയതിന്റെ പേരിലാണ് ഇപ്പോൾ ഏറ്റുമുട്ടൽ ഉണ്ടായത്. നീ എന്റേത് എടുത്തോണ്ട് പോയിക്കോ എന്ന് പറഞ്ഞാൽ ഏറ്റുമുട്ടലിന്റെ പ്രശ്നമില്ല. അനധികൃതമായ ഇടത്താണ് നീ നിൽക്കുന്നത്, കടന്നുപോ പുറത്ത് എന്ന് പറയുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത്. അതാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിനെയും ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റുകാരന്റെ ഒരു സഹജമായ പുച്ഛഭാവത്തിൽ പറയുന്നത് സാഹചര്യങ്ങളെ ജനങ്ങളുടെ ഉള്ളിലേക്ക്, ഞാൻ ഇന്നത്തെ വിഷയം അതല്ല എങ്കിൽ പോലും എത്ര കണ്ട് പരിഹാസ്യമായ വിധത്തിലാണ് അദ്ദേഹം ആ വിഷയം കൊണ്ടുവന്ന് 76-ന് ശേഷം ഇതുവരെ ഉണ്ടായിട്ടുണ്ട്, കടന്നുകയറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നാം അതിനെ തലകുലിച്ച് അംഗീകരിച്ചു കൊടുത്തു. പീസ് ആൻഡ് ട്രാങ്ക്വിലിറ്റിയെ കുറിച്ച് സംസാരിച്ചു. ഈ ഉഭയകക്ഷി ചർച്ചകളിൽ ഒന്നിലും പോലും യഥാർത്ഥ അതിർത്തി പ്രശ്നം ഉന്നയിക്കാൻ എന്തിന് 993 നരസിംഹറാവുവിന്റെ നേതൃത്വത്തിൽ ബീജിംഗിൽ വെച്ച് ചർച്ച നടക്കുമ്പോൾ എക്സിസ്റ്റിംഗ് എന്ന് പറഞ്ഞ പദം പോലും ചേർക്കാൻ തയ്യാറായില്ല. എക്സിസ്റ്റിംഗ് ലൈൻ ഓഫ് കൺട്രോൾ, ആ എക്സിസ്റ്റിംഗ് പദത്തിനെ ചൈന എതിർത്തപ്പോ കൺട്രോളിനെ ആ എക്സിസ്റ്റിംഗ് നിലവിലുള്ള നിയന്ത്രണ രേഖ എന്നത് ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രാറ്റജിക് വിൻ ആയിരുന്നു അവിടെ കിട്ടാൻ പോകുന്നത്, ഒരു സ്ട്രാറ്റജിക് വിക്ടറി ആയിരുന്നു. പക്ഷെ അതുപോലും കിട്ടിയില്ല. ആ സമയത്താണ് ഇത്തരം നേതാക്കന്മാര് അവരുടെ ഇപ്പോ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടക്കുന്നു. എത്രയധികം, ഞാൻ എണ്ണമൊന്നും പറയേണ്ടതില്ല. ഇപ്പൊ ഇത്തരം ചർച്ചകളിലൊക്കെ ആ കണക്കുകളൊക്കെ കൂടുതൽ വരികയാണ്. വളരെ നിർണായകമായ നീക്കങ്ങൾ ഇപ്പൊ നോക്കൂ. ഈ കഴിഞ്ഞ വർഷമാണ് 919 ചാങ്താങ് പ്രഹാർ എന്ന് പറയുന്ന സൈനിക അഭ്യാസം ഭാരതം നടത്തിയത്, ലഡാക്കിലാണ് നടത്തിയത്. ഈ ചാങ്താങ് എന്ന പ്രയോഗം, ആ പദത്തിന്റെ അർത്ഥം എന്താ അത് മനസ്സിലാക്കണം. എത്ര വലിയൊരു മെസ്സേജാണ് നമ്മൾ ചൈനയ്ക്ക് കൊടുത്തത്. ഈ ചാങ്താങ് എന്ന് പറയുന്നത് ടിബറ്റിന്റെ വടക്ക് പടിഞ്ഞാറ് മേഖല മുതൽ കിടക്കുന്നതായ ഒരു പീഠഭൂമിയുടെ പേരാണ്. ആ പീഠഭൂമിയുടെ പേര് കൊടുത്തുകൊണ്ട് ചാങ്താങ് പ്രഹാർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ സൈനിക അഭ്യാസം നടത്തി. ഹെലികോപ്റ്ററുകളും യുദ്ധവിമാനങ്ങളും പാട്ടൻ ടാങ്ക്, നമ്മുടെ ടാങ്കുകളും എല്ലാം ഉപയോഗിച്ചിട്ട് വളരെ കൃത്യമായ മെസ്സേജാണ് കൊടുത്തത്. ഇതേപോലെ തന്നെ ധാർചുല ലിപുലേഖ് 80 കിലോമീറ്റർ ദൈർഘ്യമേറിയ സ്ട്രാറ്റജിക് ആയിട്ടുള്ള റോഡ് പണിത് തീർത്തു. ഉദ്ഘാടനം ചെയ്തു. അതേപോലെ ദാർബുക് ഷോക്ക് ദൗലത് ബേഗ് ഓൾഡി, ആ റോഡ് 223 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ്. ആ റോഡിന്റെയൊക്കെ നിർമ്മാണം പൂർത്തിയാക്കിയതോടുകൂടി 8 മണിക്കൂർ കൊണ്ട് എത്താവുന്ന ദൈർഘ്യത്തെ എത്രയോ താഴത്തേക്ക്, അരമണിക്കൂർ കൊണ്ടൊക്കെ എത്താവുന്ന സ്ഥലത്തിലേക്ക്, നിർണായക സ്ഥാനങ്ങളിലേക്ക്, ഞാൻ പറയുന്നത് സ്റ്റാർട്ട് ടു എൻഡ് അല്ല, നിർണായക കേന്ദ്രങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞു. ചൈന ധരിച്ചില്ല ഈ റോഡ് നമ്മൾ പൂർത്തീകരിക്കുമെന്ന്. ഇപ്പൊ ഈ ദാർബുക് ഷോക്ക് ദൗലത് ബേഗ് ഓൾഡി റോഡിൽ നിന്ന് ഒരു കണക്ഷൻ റോഡ്, അതാണ് ഗൽവാൻ താഴ്വരയിലേക്ക് നമ്മൾ പണിത് പൂർത്തിയായി. ഈ യുദ്ധം നടക്കുമ്പോൾ, ഈ ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ അത് പൂർത്തീകരിച്ചു. ഇന്നലെ അതിന്റെ പൂജ നടത്തി പൂർത്തീകരിച്ച് നമ്മുടെ സൈനികന്മാര്. അതോടുകൂടി അവരുടെ വളരെ നീചമായ നീക്കം നടക്കാതെ വന്നു. അതുകൊണ്ടാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. സാഹചര്യങ്ങളെ, വസ്തുതകളെ കൃത്യമായി ജനങ്ങളുടെ മുമ്പാകെ എത്തിക്കേണ്ടതുണ്ട്. 66 സ്ട്രാറ്റജിക് റോഡ്സ് ആണ് പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു ഇടവേളയ്ക്ക് ശേഷം അങ്ങയിലേക്ക് വരാം. ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ ജോസൂട്ടിക്ക് ശ്രീ ജയനന്ദകുമാറിനോട് പ്രതികരിക്കാനുള്ളത് ഇപ്പോൾ പറയാം. അദ്ദേഹം പറഞ്ഞു, ഭാരതത്തിന് മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്, അത്തരത്തിലുള്ള ഒരുപാട് ആശയങ്ങളുടെ ഭൂമിയായിരുന്നു, ഇക്കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. പക്ഷേ അതിലൊരു വിയോജിപ്പുള്ളത്, ഇത്തരത്തിലുള്ള നമ്മൾ ദ ഹോൾ വേൾഡ് ഈസ് വൺ ഫാമിലി എന്നൊക്കെ പറഞ്ഞ ആശയങ്ങൾ വലിയ രീതിയിൽ ഉൾക്കൊള്ളുകയും അതിനെ നമ്മൾ മനസ്സാവരിക്കുകയും ചെയ്തുകൊണ്ടാണ് വൈദേശികമായിട്ടുള്ള ആധിപത്യങ്ങൾ വലിയ രീതിയിൽ ഇവിടെ സംഭവിച്ചതെന്ന് ഞാൻ പറയും. അത് ബാബർ കടന്നു വന്നതാണെങ്കിലും, സുൽത്താനേറ്റ് ഡൽഹിയിൽ ഭരണത്തിൽ വന്നതാണെങ്കിലും, ബ്രിട്ടീഷുകാർ വന്നതൊക്കെ ആണെങ്കിലും നമ്മൾ അത്തരത്തിലുള്ളൊരു മനോഭാവം വെച്ചിട്ടുണ്ട്. ആ രാഷ്ട്രസങ്കല്പം
ആധുനിക രാഷ്ട്രസങ്കല്പം എന്ന് പറയുന്നത് 17-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ വന്നതാണ്. അവരെന്താണ് പറഞ്ഞത്, നമ്മൾ ഒരു രാഷ്ട്രത്തെ അവർ നിർവചിക്കുകയും അത് ഏത് രീതിയിലും വളരുവാനും എക്സ്പാൻഡ് ചെയ്യാനും വേണ്ടുന്ന രീതിയിലുള്ള സൈനിക ശക്തിയും ആൾബലവും സാമ്പത്തിക ശേഷിയും ഉണ്ടായിരിക്കണമെന്നുള്ള ആശയം തന്നെയാണ്. ഇപ്പം ഈ രാഷ്ട്രസങ്കല്പം യൂറോപ്പിൽ ഉണ്ടായതാണെന്ന് പറഞ്ഞ ചിന്താഗതി ഈ ഇടതുപക്ഷ ഈ പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അധ്യാപകർ ഉണ്ടാക്കുന്നതല്ലേ? അല്ല, ഇന്ന് ലോകത്ത് കാണുന്ന എല്ലാ രാഷ്ട്രസങ്കല്പങ്ങളും ഇപ്പം നമുക്ക് നമ്മുടേതായ രാഷ്ട്രസങ്കല്പം ഉണ്ടായിരുന്നു, പേർഷ്യയിലുണ്ടായിരുന്നു, ചൈനയിലുണ്ടായിരുന്നു. പക്ഷേ അത് ഒരു കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്നു. പക്ഷേ 17-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ രൂപം കൊണ്ട ദേശസങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തിലെ മിക്കവാറും രാഷ്ട്രങ്ങളിൽ നിന്ന് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ നമ്മുടെ ഭരണഘടന എങ്ങനെയാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കടം കൊണ്ടു എന്ന് നമ്മൾ പറയുന്നത്? നമുക്ക് സ്വന്തമായിട്ട് കുറേ ആശയങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ പണ്ട്. പിന്നീട് ഭരണഘടന എങ്ങനെ വന്നു? പക്ഷേ ആ ആശയങ്ങൾ കൂടുതൽ അതിനകത്തില്ലേ? കുറേയെല്ലാം ഉണ്ട്. പക്ഷേ അതെല്ലാം യൂറോപ്യൻ എൻലൈറ്റൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതിനെ ഞാൻ അങ്ങനെ ആയിരിക്കണമെന്നല്ല പറഞ്ഞത്. ഓരോ രാജ്യത്തിനും ഓർഗാനിക് ആയിട്ടുള്ള സംഭവങ്ങൾ വേണം. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ്? യൂറോപ്യൻ ആധിപത്യത്തിൻ്റെ ഭാഗമായി ഓരോ രാജ്യത്തും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണിത്. ഇതിപ്പോൾ അദ്ദേഹം ഇവിടുന്ന് പറഞ്ഞല്ലോ, നമ്മൾ അതിർത്തിയിൽ ശക്തമായിട്ടുള്ള റോഡുകൾ നിർമ്മിക്കണം, നമ്മൾ ശക്തിപ്പെടണം, എയർഫീൽഡുകൾ വേണം, ബ്രിഡ്ജ് വേണം. ഇതൊരു ആധുനിക രാഷ്ട്രം ചെയ്യുന്നതാണ്. പണ്ട് നമുക്ക് ഒരു വലിയ രാഷ്ട്രമായിരുന്ന വലിയ ആശയങ്ങളുടെ വക്താക്കളായിരുന്നപ്പോൾ അതില്ലായിരുന്നത് കൊണ്ടായിരുന്നു അവർ യഥേഷ്ടം ഇവിടെ കയറി ഇറങ്ങി പോയത് എന്ന് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പോൾ ചൈനയുടെ യുദ്ധസങ്കല്പം എന്ന് പറയുന്നത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. 2500 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു ചിന്തകനുണ്ടായിരുന്നു, എല്ലാവരും കേട്ടിട്ടുള്ളതാണ്, സൺസു എന്ന് പറഞ്ഞ ആർട്ട് ഓഫ് വാർ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിലെ നമ്പർ 1 ഡിസെപ്ഷൻ. യുദ്ധത്തിലെ ഏറ്റവും വലിയ തന്ത്രം ഡിസെപ്ഷനാണ്. നിങ്ങൾ ശത്രുവിന് അടുത്താണെങ്കിൽ അകലെ എന്ന് കാണിക്കണം, നിങ്ങൾ എണ്ണത്തിൽ കുറവാണെങ്കിൽ കൂടുതലെന്ന് കാണിക്കണം, നിങ്ങൾ വിജയിക്കുന്ന സാഹചര്യമാണെങ്കിൽ തോൽക്കുമെന്ന് കാണിക്കണം. നമ്മുടെ അതിർത്തിയിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് തന്നെയാണ്. അത് ഒരു ആധുനിക രാഷ്ട്രം അല്ലെങ്കിൽ ചൈന പണ്ടേ അത് പ്രാക്ടീസ് ചെയ്തിരുന്നതാണ്. ചൈനയുടെ രാഷ്ട്രസങ്കല്പം എന്ന് പറയുന്നത് ഞങ്ങളാണ് ലോകത്തിലെ മിഡിൽ കിങ്ഡം, സെൻറ്റർ ഓഫ് ദ വേൾഡ്. ഞങ്ങൾക്ക് ലോകം ഭരിക്കുവാനുള്ള ലോകം ഭരിക്കുവാനുള്ള ദൈവത്തിൻ്റെ അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ സാങ്ഷൻ ഉണ്ടെന്ന് പറയുന്ന രാജ്യമാണത്. ഇന്നവർ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെന്ന് നമ്മൾ പറയുമ്പോഴും ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെക്കാൾ ഉപരിയായി അവരുടെ വിദേശ നയത്തെ നയിക്കുന്നത് ഞങ്ങളാണ് ലോകത്തിലെ നമ്പർ 1 എന്ന ആശയമുള്ളതാണ്. അവരുടെ ഡ്രീം എന്താണ്? 2049 കമ്മ്യൂണിസ്റ്റ് റവല്യൂഷൻ്റെ 100-ാം വർഷം, ഞാനത് എടുത്തു പറയുകയാണ്. കമ്മ്യൂണിസ്റ്റ് റവല്യൂഷന് 100-ാം വർഷം ലോകത്തിലെ 1-ാം നമ്പർ ശക്തിയാകണം. കമ്മ്യൂണിസ്റ്റ് റവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു പടം മാത്രമാണ്. അവർ യഥാർത്ഥത്തിന് ആഗ്രഹിക്കുന്നത് പണ്ട് അവർ എപ്രകാരം ലോകത്തിലെ ഒരു വൻ സാമ്പത്തിക ശക്തിയായിരുന്നോ അപ്രകാരം ലോകത്തിലെ 1-ാം നമ്പർ ശക്തിയാണോ എന്നാണ്. ഇന്ത്യയും 17-ാം നൂറ്റാണ്ട് വരെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ശക്തിയായിരുന്നു. പക്ഷേ അന്നിവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാമല്ലോ, സുൽത്താനേറ്റിൻ്റെയും ഒക്കെ ഭരണകാലത്ത് ആരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്? അതെന്തുകൊണ്ട് സംഭവിച്ചു? ഇത്തരം ആശയങ്ങളും ഈ ടോളറൻസും സഹിഷ്ണുതയും ഒക്കെ നല്ലതാണെന്ന് ഞാൻ പറയും. പക്ഷേ ഈ ആധുനിക രാഷ്ട്രസങ്കല്പത്തിൻ്റെ ഭാഗമായി നമ്മൾ ബിഹേവ് ചെയ്യുമ്പോൾ എന്ത് നടപടികളോടെ രാഷ്ട്രം അവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ അതിർത്തിയിൽ റോഡ് നിർമ്മിക്കണം, തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ കൈയടക്കണം, അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അല്ലാതെ നമ്മൾ ഗ്രേറ്റ് ആയിരുന്നു എന്ന് പറയുന്നത് ഈ സഹിഷ്ണുതയുടെയും വലിയ ആശയങ്ങളുടെയും ഫിലോസഫറുടെയും ലൈനിലാണ്. അതിനപ്പുറത്തും രാഷ്ട്രത്തിന് ഇന്ന് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവർ ശക്തി വർദ്ധിപ്പിക്കണം. അതിന് നമ്മൾ തയ്യാറാണോ? ഇത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ താങ്കളെക്കാൾ വലിയ ദേശീയവാദിയായി മാറുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അങ്ങനെയുള്ള ഒരു രാഷ്ട്രത്തിന് മാത്രമേ ആധുനിക രാഷ്ട്രങ്ങളോട് കിടപിടിച്ച് നിൽക്കാൻ കഴിയുള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. വീണ്ടും വരാം. എനിക്ക് ശ്രീജിത്ത് പണിക്കറിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീജിത്ത് പണിക്കർ, എനിക്ക് ഒരു സംശയം ഇതുവരെ നമ്മൾ ചർച്ച ചെയ്യാത്തതാണ്. ഈ നേരത്തെ പലതവണ മെൻഷൻ ചെയ്തു പോയി, ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വർഷങ്ങളായിട്ട് ഭൂപേഷ് ഗുപ്ത ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലം മുതൽ തന്നെ എല്ലാ കാലത്തും, അജയ് ഘോഷിൻ്റെ കാലത്ത്, EMSൻ്റെ കാലത്ത്, എമ്മന്, എല്ലാ പ്രമുഖ നേതാക്കൾക്കും റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും പണം വന്നിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. നമുക്ക് ജനം TV നേരത്തെ ചെയ്ത ഒരു വാർത്ത കാണാം, എന്നിട്ട് അങ്ങയിലേക്ക് വരാം. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ ചേർന്നതിനിടെയാണ് ചൈനീസ് എംബസിയുടെ വാഹനം AKG ഭവനിലെത്തിയത്. എംബസിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ തന്നെ പാരിതോഷികങ്ങൾ AKG ഭവനിലെത്തിച്ച് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് കൈമാറി. ഇത്തരത്തിൽ പാരിതോഷികങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആസ്ഥാനത്ത് വിതരണം ചെയ്യണമെങ്കിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി വേണം. എന്നാൽ പ്രോട്ടോകോൾ ലംഘിച്ചാണ് ചൈനീസ് എംബസിയുടെ നടപടി. രാജ്യം ഭരിക്കുന്ന BJPയുടെ അശോക റോഡിലെ ആസ്ഥാനത്തോ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടിയുടെ ഓഫീസിലോ ചൈനീസ് അധികൃതർ എത്താറില്ല. എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിൽ തീർത്തും അപ്രസക്തമായ 2 സംസ്ഥാനങ്ങളിൽ മാത്രം ശേഷിക്കുന്ന ഒരു പാർട്ടിയുടെ ആസ്ഥാനത്ത് നിത്യേന ചൈനീസ് എംബസിയിലെ ഉദ്യോഗസ്ഥർ എത്തുന്നു. ഡോക്ലാം വിഷയത്തെ തുടർന്ന്
ഇന്ത്യ ചൈന നയതന്ത്ര ബന്ധം വഷളായതിനു ശേഷം ചൈനീസ് എംബസിയും CPIM നേതൃത്വവുമായി നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അടുത്തിടെ ബെയ്ജിംഗിൽ നടന്ന ബ്രിക്സ് തൊഴിലാളി ഫോറത്തിൽ പങ്കെടുത്ത ഇടത് തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ രാഷ്ട്രവിരുദ്ധ നിലപാടുകൾ കൈക്കൊണ്ടിരുന്നു. ചൈനയുടെ കീഴിൽ മറ്റൊരു ലോകക്രമം സൃഷ്ടിക്കുന്ന BRIയിൽ നിന്നുള്ള ഇന്ത്യയുടെ പിന്മാറ്റത്തെ തങ്ങൾ എതിർക്കുന്നതായും വിഷയത്തിൽ ചൈനയെ അനുകൂലിക്കുന്നതായും ഇടത് തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ ബ്രിക്സ് യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ചോറ് ഇവിടെയും കൂറ് അവിടെയും എന്ന നിലപാടിൽ CPIMന് മാറ്റമില്ലെന്ന വ്യക്തമായ സൂചനയാണ് ഈ ദൃശ്യങ്ങൾ നൽകുന്നത്. ഗൗതം അനന്തനാരായണൻ, ജനം, ഡൽഹി. ഈ വാർത്തയിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇതോടൊപ്പം എൻ്റെ ഈ കാണിക്കുന്ന കടലാസ് CIA അവരുടെ പഴയ രേഖകൾ ഇപ്പോൾ 50 വർഷം കംപ്ലീറ്റ് ചെയ്ത രേഖകൾ പുറത്തുവിട്ടതാണ്. അതിനകത്തും ഇതിൻ്റെ ഓരോ രേഖകളും വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് കേരളത്തിലെ CPMഉം CPIയും വിലക്കെടുക്കപ്പെടുകയാണോ? അല്ല, ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് പഴയ ഇൻഹരിഹർ നഗർ സിനിമയിൽ ജോൺ ഹോനായിയുടെ പെട്ടികളെയാണ് ഓർമ്മ വന്നത്. വളരെ വിശിഷ്ടമായിട്ടുള്ള എന്തോ കാര്യം ഇതുപോലെ കാറിൽ നിന്ന് എടുത്ത് കൊണ്ടുപോകുന്നു. എന്തായാലും എന്തെങ്കിലും ചൈനീസ് പ്രോഡക്റ്റ് ആയിരിക്കും, ഒരുപക്ഷെ 6 മാസത്തിനകം ചീത്തയായിട്ടും ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇടയ്ക്കിടെ അത് കൊണ്ടുപോകുന്നതും. അതെന്തൊക്കെയായിരുന്നാലും നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ രാജ്യസ്നേഹത്തിനെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് അദ്ദേഹം തന്നെ, ഗൗതം അനന്തനാരായണനാണെന്ന് തോന്നുന്ന റിപ്പോർട്ടർ, അദ്ദേഹം തന്നെ പറയുന്നത് കേട്ടു മറ്റുള്ള പാർട്ടികളുടെ ഓഫീസിലേക്ക് വന്നില്ല എന്ന്. അതെങ്ങനെ വരാൻ സാധിക്കും? കാരണം കമ്മ്യൂണിസ്റ്റ് സാർവലൗകിക സാഹോദര്യം എന്ന് പറയുന്നത് കോൺഗ്രസിനോ BJPക്കോ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു പോളിസിയുമല്ല. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ എത്രയൊക്കെ നേരത്തെ ഇവിടെ ശ്രീ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതായാലും വളരെ തീവ്രമായിട്ടുള്ള ദേശീയത എന്ന രീതിയിലൊക്കെ നമ്മൾ ഈ ദേശബോധത്തെ അല്ലെങ്കിൽ ദേശാഭിമാനം എന്നതിനെയൊക്കെ നമ്മളൊരു ഇകഴ്ത്തി കാണുന്ന സമയത്തും നമ്മൾ പ്രധാനമായി ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ചൈന എങ്ങനെയാണ് ഈ കമ്മ്യൂണിസത്തോടൊപ്പം തന്നെ അവരുടെ ദേശീയ ബോധത്തെ കൊണ്ടുപോകുന്നത് എന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കണം. എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഇതിന് ശ്രമിക്കുന്നു എന്ന രീതിയിൽ അവർ മറ്റുള്ള രാജ്യങ്ങളെ അപ്പാടെ വിഴുങ്ങുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു 10-1 നമ്മുടെ നാട്ടിലുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു വിഷയത്തിലെങ്കിലും കേന്ദ്രമെടുക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ കേന്ദ്രമെടുക്കുന്ന എല്ലാ നടപടികൾക്കും ഞങ്ങൾ ഇതിൽ പിന്തുണ അറിയിക്കുന്നു എന്ന് ഒന്ന് പറയാമായിരുന്നു ശ്രീ D രാജയ്ക്കും ശ്രീ സീതാറാം യെച്ചൂരിക്കും. ഇനി ഒരു കാര്യം കൂടി ഒന്ന് പറയട്ടെ. നമ്മളിവിടെ പ്രാചീനമായിട്ടുള്ള ഭാരതത്തിൻ്റെ യുദ്ധതന്ത്രത്തെ പറ്റിയൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രാചീനമായിട്ടുള്ള എല്ലാ യുദ്ധതന്ത്രങ്ങളിലും ഈ ഡിസപ്ഷൻ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ആത്യന്തികമായി നമുക്കുണ്ടായിരുന്നത് ആക്രമിക്കാനുള്ള സേനയല്ല, പ്രതിരോധം എന്ന ആശയം തന്നെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായതാണ്. പ്രതിരോധത്തിന് അല്ലെങ്കിൽ ഡിഫൻസിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഫോഴ്സസ്. ചരിത്രത്തിൽ ഒരിക്കലും നമ്മൾ ആരെയും പോയി ആക്രമിച്ച് ഈ അതിർത്തികളെ വ്യാപിപ്പിക്കുന്നതിന് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല. ഇവിടെ ചെറിയ ഭരണകൂടങ്ങളോ രാജധാനി കൊണ്ട് മാത്രമാണ് നമ്മൾ കീഴടക്കിയിട്ടുള്ളത്. തീർച്ചയായും. അപ്പോൾ ഇവിടെ നയതന്ത്രം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ നയതന്ത്രത്തിൽ തന്നെ നമ്മുടെ ഈ പൗരാണികമായിട്ടുള്ള കഥകളും അല്ലെങ്കിൽ അങ്ങനെ ഐതിഹ്യങ്ങളുമായിട്ടൊക്കെ പോകുന്ന സമയത്ത് യുദ്ധതന്ത്രങ്ങളെക്കാൾ ഒരുപക്ഷെ കൂടുതലായിട്ടുള്ളത് നയതന്ത്രങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ദേശീയത എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ബോധം, അതൊരു കോമൺ സെൻസാണ്. ആ ബോധം ഉണ്ടാകേണ്ടത് ചില പാർട്ടികളുടെ അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നാണ്. ഒരുപക്ഷെ അവരുടെ ഉദ്ദേശിച്ചത് CPM തന്നെ അല്ലേ? വളരെ കൂടുതൽ ഇല്ലാത്തത് കൊണ്ട് ചില എന്ന് ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ സാന്ദർഭികമായി പറയുമ്പോൾ പണ്ട് ഈ കൽക്കട്ട തെസീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തന്നെ ഈ അവരുടെ ഒരു പ്രവർത്തകരിൽ തന്നെ പലർക്കും ഇതിനോടൊരു വലിയ താല്പര്യക്കുറവുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വായിച്ചിട്ടുള്ളത്, എനിക്ക് തോന്നുന്നു KK ചൗധരിയുടെ ബുക്കിലാണെന്ന് തോന്നുന്നു ഞാൻ വായിച്ചിട്ടുള്ളത്, അന്ന് അംഗീകൃതമായിട്ടുള്ള 1 ലക്ഷം മെമ്പർമാരുണ്ടായിരുന്ന പാർട്ടിയിൽ നിന്ന് ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം 20,000 ആൾക്കാർ മാത്രമേ ഔദ്യോഗികമായി അംഗത്വമുള്ള ആൾക്കാരുണ്ടായിരുന്നുള്ളൂ എന്നാണ്. അപ്പോൾ ഈ അംഗത്വത്തിലുള്ള അല്ലെങ്കിൽ പാർട്ടിയിൽ മെമ്പറായിട്ടുള്ള ആൾക്കാർക്കുള്ള വിവരത്തിൻ്റെ ഒരു 10-1 അതിൻ്റെ നേതൃനിരയിൽ ഇരിക്കുന്ന ആൾക്കാർക്കുണ്ടായിരുന്നുവെങ്കിൽ ദേശവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ നടത്താതെ ഇരിക്കുക, അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്താതെ ഇരിക്കുക. നമ്മൾക്കിവിടെ അറിയാം, ഈ ആർട്ടിക്കിൾ 370യുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇവിടെ നേരത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്ന സമയത്ത് വിദേശ രാജ്യം, ഈ പാകിസ്ഥാൻ തന്നെ ഇതിനെ മറ്റു പല ഫോറങ്ങളിലും കൊണ്ടുവരുമ്പോൾ അവിടെ ഉപയോഗിച്ചിരുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകളാണ്.
അതായത് ഇന്ത്യയിൽ തന്നെയുള്ള ഒരു പ്രമുഖമായിട്ടുള്ള ഒരു കക്ഷിയുടെ ദേശീയ നേതാവ് ഇതാ ഇവിടെ പറയുന്നത് പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള വാദമാണ് എന്ന് പറയുന്നു. ഇവിടെ ചൈനയ്ക്ക് അത്തരത്തിലുള്ള ഒരു പൊസിഷൻ ഉണ്ടാക്കുന്നതിന് ഒരു അഡ്വാൻറ്റേജ് പൊസിഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണ്ടുവോളം ഇന്ധനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൽ നിന്ന് അവർ പിന്മാറുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. ഒരുപക്ഷെ നേരത്തെ നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു 5 പതിറ്റാണ്ട് 6 പതിറ്റാണ്ട് കഴിയുമ്പോൾ അവരൊരു പക്ഷേ തിരിച്ചറിഞ്ഞ് തിരുത്തിയേക്കും. ഓക്കെ, ഡോക്ടർ ജയപ്രസാദ്, ഒരു മിനിറ്റ് കൊണ്ട് അങ്ങക്ക് പ്രതീക്ഷയുണ്ടോ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഭാരതത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം നിലനിൽക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാടെടുക്കുമെന്ന്? ഇല്ല, അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം ചൈന ഇന്ത്യയുടെ മണ്ണിൽ ആക്രമിച്ചതായിട്ട് ഔദ്യോഗികമായിട്ട് ഇതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അംഗീകരിച്ചു. വിശേഷിച്ചും ഇടതുപക്ഷം ഇതുവരെയായിട്ട് ചൈന ഇന്ത്യയുടെ മണ്ണിനെ ആക്രമിച്ചതായിട്ട് അംഗീകരിച്ചിട്ടേ ഇല്ല. മറ്റൊന്ന്, അതുകൊണ്ടാണ് ഇന്ത്യയുടെയും ചൈനയുടേതും എന്ന് പറഞ്ഞ തർക്കഭൂമി എന്നുള്ള തരത്തിലാണ് അവർ പറയുന്നത്. ഇനി കടന്നു വന്നതായിട്ട് കണ്ടില്ല. മറ്റൊന്ന് നമ്മളൊരു കാര്യം കൂടി ഇവിടെ പറയേണ്ടത്, 1950 മുതൽ ഒരു രാജ്യത്തിന്റെ ഡോക്ടർ ജയപ്രസാദ്, അവിടെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കേണ്ടത്, EMS-ഉം ബാക്കിയുള്ള കേരളത്തിലെ CPM നേതാക്കളും പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് ജ്യോതി ബസുവും പറഞ്ഞത്. അല്ല, ജ്യോതി ബാസുവാണ് അതിന്റെ ചൈനയുടെ ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടായിരുന്ന ഒരാൾ ആ കാലഘട്ടത്തില്. ജ്യോതി ബാസുവാണ്. അതിനു മുമ്പ് ഒരു പ്രധാന കാര്യം, ഒരു രാജ്യത്തിന്റെ രാഷ്ട്ര താല്പര്യം സംരക്ഷിക്കണമെങ്കിൽ കേവലം സേന കൊണ്ട് മാത്രം കഴിയില്ല. ഡിപ്ലോമാറ്റിക് ലെവലിലും സേനയും രണ്ടും കൂടെ സംയുക്തമായി വേണം. ഇന്ത്യയിൽ സംഭവിച്ചത് 1947 മുതൽ, അതായത് അത് കാശ്മീർ വിഷയം മുതൽ സേനയുടെ അഭിപ്രായം രാഷ്ട്രീയ നേതൃത്വം സ്വീകരിച്ചിട്ടില്ല. എല്ലാ കാലഘട്ടത്തിലും ഡിപ്ലോമാറ്റിക് ആയിട്ട് നമ്മൾ പരാജയപ്പെടുകയത്. ഒരു ചെറിയ വിഷയത്തെ കൊണ്ട് നമ്മൾ ഐക്യരാഷ്ട്ര സംഘടനയിൽ കൊണ്ടുപോയി. അതിനുശേഷം ചൈനയുടെ കാര്യത്തിൽ വരുമ്പോഴും ഡിപ്ലോമാറ്റിക് ഫ്രണ്ടിൽ ഇന്ത്യ 2014 വരെ എക്കാലത്തും പരാജയം തന്നെയായിരുന്നു. അല്ല, ഇന്ത്യ പാക് യുദ്ധത്തിലും അത് തന്നെയാണ് ഉണ്ടായത്. സിംല കരാർ ഒരു പക്ഷേ ഒരു കീഴടങ്ങലായിരുന്നില്ലേ? അല്ലെ, സിംല കരാറിന് മുമ്പ് തന്നെ 1965 നമ്മൾ വിജയിച്ച പ്രദേശങ്ങള് നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രി 1966 ജനുവരി 10 കരാറിൽ തിരിച്ചു കൊടുത്തു. അതുപോലെ 71 യുദ്ധത്തിലും നമുക്ക് പഞ്ചാബിലും ഓക്കുപ്പൈഡ് കാശ്മീരിൽ നിന്ന് എടുക്കാൻ പറ്റുമായിരുന്ന പ്രദേശങ്ങളെ അത് വെച്ച് അറ്റ്ലീസ്റ്റ് ഒരു രാഷ്ട്രതന്ത്രജ്ഞത ഉണ്ടായിരുന്നെങ്കിൽ അത് ബാർഗൈനിങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത് നമ്മൾ ചെയ്തില്ല. ആ തരത്തില് മറ്റൊരു പ്രധാന കാര്യം, ഒരു കാര്യം കൂടെ ഓർമ്മിക്കേണ്ടത്, നമ്മൾ 2014 ഡോക്ലാം ഇഷ്യൂ വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത നിലപാട് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അന്ന് നമുക്കറിയാം, ഡോക്ലാം എന്ന് പറയുന്നത് ഭൂട്ടാനും ഇന്ത്യയും ചൈനയും എന്ന ട്രൈ ജംഗ്ഷനാണ്. അതിൽ പ്രധാനമായിട്ട് ഭൂട്ടാനാണ് അതിന്റെ ഏറ്റവും കൂടുതൽ ഇരയാകുന്നത്. അപ്പൊ നമ്മളാണ് അവിടെ സംരക്ഷിക്കേണ്ടത്. അപ്പൊ ആ വിഷയം വന്നപ്പോഴേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് പീപ്പിൾസ് ഡെമോക്രസിയിൽ ഔദ്യോഗികമായി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും വായിക്കാം. അവരതിനകത്ത് പറഞ്ഞത് ഇന്ത്യ അവിടെ നിന്ന് മാറി നിൽക്കണം, ഭൂട്ടാനും ചൈനയും കൂടെ അത് ഒത്തുതീർപ്പാകട്ടെ എന്ന നിലപാടാണ്. ആ തരത്തില് വളരെ വഞ്ചനാപരമായ നിലപാട്. മറ്റൊന്ന്, ജോസൂട്ടി പറഞ്ഞ ഒരു പ്രധാന കാര്യം തെറ്റിദ്ധാരണ ഉണ്ടാക്കേണ്ട ഒരു വിഷയം. കാരണം ഒരു സൂപ്പർ പവർ ആകാൻ മറ്റു രാജ്യങ്ങളെ ആക്രമിക്കണം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര പോളിറ്റിക്സിന്റെ തിയറിയിൽ ഇല്ലാത്തതാണ്. 1648 ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫേലിയ മുതൽ രാഷ്ട്രത്തിന്റെ അതിർത്തികളെ മാനിക്കുക എന്നുള്ളത് ഒരു മര്യാദയായിരുന്നു. ഐക്യരാഷ്ട്ര സംഘടനയുടെയും ലീഗ് ഓഫ് നേഷൻസിന്റെയും ഐക്യരാഷ്ട്ര സംഘടനയുടെയും കവണന്റിലും ഒക്കെ ഇത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രങ്ങളെ ദേശീയതയെ മാനിച്ചുകൊണ്ട് തന്നെയാണ്, രാഷ്ട്രത്തിന്റെ എൻറ്റിറ്റിയെ മാനിച്ചുകൊണ്ട് തന്നെയാണ് രാഷ്ട്രങ്ങൾ സൂപ്പർ പവറായി മാറേണ്ടത്. അല്ലാതെ ചൈനയുടെയും റഷ്യയുടെയും മോഡലാണ് മറ്റ് അതിർത്തി പ്രദേശം. ഇപ്പൊ ചൈന കമ്മ്യൂണിസ്റ്റ് റവല്യൂഷൻ കഴിയുമ്പോഴുണ്ടാകുന്ന ചൈന എന്ന് പറയുന്നത് ഇന്നത്തെ ചൈനയുടെ 1/3 പ്രദേശമാണ്. അതിനുശേഷം ഇന്ത്യയിലും മംഗോളിയയിലും ടിബറ്റിനെയും കീഴടക്കിയതിനു ശേഷമാണ് വലിയ ചൈനയായി മാറുന്നത്. അതുകൊണ്ട് അത് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തമാണ്. അത് അന്താരാഷ്ട്ര തലത്തില് ഇന്റർനാഷണൽ കൺവെൻഷൻസ് ഒന്നും തന്നെ 1648 മുതലുള്ള ഒരു കൺവെൻഷനിലും രാജ്യങ്ങളുടെ അതിർത്തി മാന്തണം എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, അങ്ങയിലേക്ക് വീണ്ടും വരാം. ഒരു ഇടവേള അനിവാര്യമായിരിക്കുന്നു. നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഡോക്ടർ ജോസൂട്ടി, ഞാൻ ഒരു കാര്യം മാത്രം പറയാം. JP എൻ്റെ സുഹൃത്താണ്, എൻ്റെ സീനിയറായിട്ട് ഞങ്ങൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒന്നിച്ച് പഠിക്കുകയും പല കാര്യങ്ങളും ഒരുപാട് സഹകരിച്ചിട്ടുള്ള ആളുമാണ്. ഒരു കാര്യം പറയാം, JP പറഞ്ഞത് തിയറിയാണ്. പക്ഷേ അമേരിക്കയുടെ കാര്യം എടുക്കൂ. ലോകത്ത് അമേരിക്ക ലംഘിച്ചത്രയും നിയമങ്ങളും അന്താരാഷ്ട്ര കരാറുകളും ലംഘിച്ച ഏത് രാജ്യമുണ്ട്? രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം എല്ലാം ലംഘിച്ചിട്ടല്ലേ അവർ വൻശക്തിയായിട്ട് വിരാജിക്കുന്നത്. അതുപോലെ ഇന്ത്യ ചെയ്യണമെന്നല്ല പറഞ്ഞത്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ അതാണ് സംഭവിക്കുന്നത്. എല്ലാവരും പറയും ഞങ്ങൾ അത് ചെയ്യാം, ഇത് ചെയ്യാം, മാനവികതയാണ് അത്. പക്ഷേ സ്വന്തം രാഷ്ട്രത്തിൻ്റെ താല്പര്യം വരുമ്പോൾ എന്ത് ചെയ്യും? അവർ ഈ സിദ്ധാന്തങ്ങളെല്ലാം എടുത്തു കളഞ്ഞിട്ട് അവരുടേതായ രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട എല്ലാ മോറൽസിനെയും ലംഘിച്ചുകൊണ്ട്, അതാണ് ചൈന ചെയ്തത്. അതിർത്തിയിൽ
ഒരു രീതിയിലുള്ള മോറൽസ് ഒരു പ്രാക്ടീസിൽ ഭാവിയിലും അത് പ്രതീക്ഷിക്കരുത്. അത് മനസ്സിലാക്കുന്നതിൽ നമുക്ക് നയതന്ത്ര രംഗത്ത് വന്ന പരാജയമാണ് ഈ അതിർത്തിയിലെ വിഷയമെന്ന് ഞാൻ പറയും. ഓക്കെ, പക്ഷേ ഇന്ത്യയുടെ സംസ്കാരം അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം പഠിപ്പിക്കുന്നത് അതല്ല. കൃണ്ണന്തോ വിശ്വമാര്യവും വസുദൈവ കുടുംബവും ഒക്കെ പറയുകയും അത് പ്രചരിപ്പിക്കുകയും മാത്രമല്ല അത് പ്രായോഗികമാക്കുകയും ചെയ്തതാണ്. നന്ദകുമാർ, അവസാനമായി അങ്ങക്ക് എന്താണ് പറയാനുള്ളത്? ഈ ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ എങ്ങനെയെങ്കിലും ഒരു ദേശീയ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ? കമ്മ്യൂണിസ്റ്റ് ആശയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് സത്യത്തിൽ അതിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസം തന്നെ ദേശീയതയ്ക്ക് എതിരായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ അവരിൽ നേരത്തെ JP പറഞ്ഞതുപോലെ അതിലൊരു വലിയ മാറ്റം വരും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ വേണമെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ ഞങ്ങൾ അന്ന് പറഞ്ഞതിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയും. പക്ഷേ പദസാം നിജയം വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധനോദ്യോഗം എന്തടോ എന്ന് നളചരിതത്തിൽ ചോദിക്കുന്ന പോലെ ഈ വെള്ളമെല്ലാം ഒഴുകിപ്പോയിട്ട് പാലം കെട്ടിയിട്ട് എന്താ കാര്യമുള്ളത്? അല്ലെ അണ കെട്ടിയിട്ട് എന്താ കാര്യമുള്ളത്? ഒരു പ്രയോജനവുമില്ല. അപ്പോൾ അവരിലെന്തെങ്കിലും മാറ്റം വരും എന്നൊന്നും ആ മാറ്റം കൊണ്ട് ഇനി മാറ്റം വരുമോ ഇല്ലെന്നുള്ളതല്ല, ആ മാറ്റം കൊണ്ട് ഈ നാടിനെന്തെങ്കിലും ഗുണം ഉണ്ടാവുമെന്ന് എനിക്കൊരു വിശ്വാസവും ഇല്ല. ആ പ്രത്യയശാസ്ത്രം അശാസ്ത്രീയമാണ്, അതിന് അടിത്തറയില്ല. പ്രൊഫസർ ഗുരുജി ഗോൾവൽക്കർ ഒരിക്കൽ പറഞ്ഞതുപോലെ കമ്മ്യൂണിസം ഈസ് ഡിഫക്റ്റീവ് ഇൻ തിയറി ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇൻ പ്രാക്ടീസ്. അത് സിദ്ധാന്തപരമായി അപൂർണമാണ്, വികലമാണ്. അതേപോലെ തന്നെ പ്രയോഗത്തിൽ അത് വിപൽക്കരവുമാണ്, അപകടകരവുമാണ്. അത് ഈ ആധുനിക കാലത്തിന് യോജിച്ചതല്ല ആ ആശയഗതി തന്നെ. ആധുനിക നാഗരികതകൾക്ക് യോജിച്ചതല്ല ആശയം. ആ ആശയം തന്നെ രാഷ്ട്രവിരോധമാണ്, രാഷ്ട്രവിരുദ്ധമാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും രാഷ്ട്രം ശക്തിപ്പെടണം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ അഭിപ്രായം കൃണ്ണുന്തോ വിശ്വമാര്യമെന്നോ അല്ലെങ്കിൽ വസുദൈവ കുടുംബകമെന്നോ പറഞ്ഞതുകൊണ്ടല്ല ബാബറൊക്കെ ഇങ്ങോട്ടേക്ക് കടന്നു വന്നത്. അതൊക്കെ എനിക്കറിയില്ല, എൻ്റെ ചരിത്ര പഠനം ഏതായാലും അതല്ല എന്നെ പഠിപ്പിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം വന്നുപോയി. നമ്മുടെ അസംഘടിതാവസ്ഥ, ഈ രാഷ്ട്രത്തിൻ്റെ സംസ്കാരത്തെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒറ്റക്കെട്ടായിട്ടുള്ള ആ നിലയ്ക്ക് വ്യത്യാസം വന്നുപോയി. അതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഒരു പ്രദേശം ഏറ്റുമുട്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആക്രമികൾ കടന്നു വരുമ്പോൾ ആ പ്രദേശത്തെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം മറ്റു രാജ്യങ്ങൾക്കുണ്ട് എന്ന തോന്നലിൽ നിന്ന് ഒരു ചാണക്യന്റെ ബുദ്ധി പിൽക്കാലത്ത് ഇല്ലാതെയായിപ്പോയി. ഗ്രീക്ക് ആക്രമണത്തെ തുരത്തി ഓടിച്ച ആ ചാണക്യന്റെ സംഘടനാ മനോഭാവം സംഘടിപ്പിക്കാൻ, രാജ്യങ്ങളെ സംഘടിപ്പിക്കാനുള്ള ചന്ദ്രഗുപ്ത മൗര്യന്റെ കീഴിൽ ഒരു വലിയ സേനയെ സംഘടിപ്പിക്കാനൊക്കെയുള്ള ശ്രമം അതായിരുന്നു വേണ്ടിയിരുന്നത്. വീണ്ടും ഇരിക്കട്ടെ, അതല്ല ഇന്നത്തെ ചർച്ച. ഏതായാലും രാഷ്ട്രം ശക്തിപ്പെടണമെന്നുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം, അതിലേക്ക് അദ്ദേഹം എത്തിയതിൽ വളരെ സന്തോഷം. അദ്ദേഹത്തിന് അഭിനന്ദിക്കുകയാണ്. ഭാരതം എന്നത് എല്ലാ കാലത്തും ഓക്കെ. വളരെ ശ്രീജിത്ത് പണിക്കർ, അവസാനമായി ഒറ്റ മിനിറ്റിൽ ഇപ്പോൾ ഇസ്ലാമിക തീവ്രവാദികൾ കൂടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് നുഴഞ്ഞു കയറിയ സാഹചര്യത്തിൽ ഇവരിൽ നിന്ന് ഈ ദേശീയതയ്ക്ക് വേണ്ടി എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ കഴിയുമോ? ഒറ്റ മിനിറ്റ്. നമ്മളിവിടെ പലപ്പോഴും പറഞ്ഞിരുന്ന ഒരു ഉദാഹരണം അത് വെച്ചിട്ട് തന്നെ ഞാൻ പറയാം. അതിലുള്ള ഒരു ഇൻസൈറ്റ് വെച്ച് ഞാൻ പറയാം. ഒരു രാഷ്ട്രത്തിനെ ശക്തിപ്പെടുത്തണമെങ്കിൽ അത് മറ്റുള്ള രാജ്യങ്ങളുടെ അതിർത്തി മാന്താൻ പോകണോ വേണ്ടയോ എന്നുള്ളതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം നമ്മളിവിടെ പറഞ്ഞ ഡോക്ലം തന്നെ എടുത്താൽ മനസ്സിലാകും. ഡോക്ലം എന്ന് പറയുന്നത് ഇന്ത്യക്കും ചൈനയ്ക്കും ഭൂട്ടാനും വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നോക്കൂ, ചൈന ആ സ്ഥലത്തിനെ അസർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, ഭൂട്ടാൻ അവരുടെ ഭാഗം ഡിഫെൻഡ് ചെയ്യാൻ നോക്കുന്നു. എന്നാൽ ഇതേ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള ഇന്ത്യ ഈ സ്ഥാനത്തിനെ ഒരു കാരണവശാലും അവിടെ ഒരു സൈനിക നടപടി നടത്തി ഇന്ത്യയിലേക്ക് ചേർക്കാനായി ശ്രമിക്കുന്നില്ല. പകരം ഇന്ത്യ ചെയ്യുന്നത് ഭൂട്ടാൻ്റെ അവിടെയുള്ള പരമാധികാരത്തിനെ അംഗീകരിക്കുന്നതിന് വേണ്ടി അവരുടെ സ്വാതന്ത്ര്യത്തിന്, അവരുടെ പരമാധികാരത്തിന് വേണ്ടിയിട്ട് ഇന്ത്യൻ സൈന്യം നിലകൊള്ളുകയാണ്. അല്ലാതെ ഇത് ഞങ്ങൾക്ക് തന്നേക്കും, ഞങ്ങൾ പോരടിക്കാമെന്നല്ല പറയുന്നത്. അപ്പോൾ ആ രീതിയിലും ഈ രാഷ്ട്രം വളർത്തുക എന്ന് പറയുന്നത് സാധിക്കും. അല്ല, ജപ്പാൻ ഒരു വളരെ മികച്ച ഉദാഹരണമാണ്. തീർച്ചയായും അവിടെ അമേരിക്കയ്ക്ക് ഒരു മുട്ടുപിന്ന് വെക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി. തീർച്ചയായും ഈ ഇന്ത്യയുടെ ചൈനയുടെ സാധനങ്ങൾ വിൽക്കുന്നത് അവസാനിപ്പിച്ചാൽ ചൈന കീഴടങ്ങും. ഇനി താങ്കൾ ചോദിച്ച ആ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ദേശീയത എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് തോന്നുന്നത് നമ്മൾ തന്നെ ഇവിടെ ചർച്ച ചെയ്തിരിക്കുന്ന അജോയ് ഘോഷാണ്.
എനിക്ക് തോന്നുന്നത് അജയ് ഘോഷ് ഏതാണ്ട് 11-12 വർഷത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ സമയം വരെയും അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിന് ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് പറയുന്നത് ഒരു യുദ്ധ സാഹചര്യം അല്ലെങ്കിൽ ഒരു സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് ഇന്നുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാരും പ്രവർത്തകർക്കും അജയ് ഘോഷിൻ്റെ അന്നത്തെ മനസ്ഥിതി ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ്. ഓക്കെ, ഈ ചർച്ച നമ്മൾ സമയക്കുറവ് കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ അവസാനിപ്പിക്കുമ്പോഴും ഭാരതത്തിൻ്റെ ആത്മാവിനൊപ്പം, ജനങ്ങൾക്കൊപ്പം, വീരമൃത്യു വരിച്ച സൈനികർക്കും നമുക്ക് വേണ്ടി അതിർത്തിയിൽ പടപൊരുതുന്ന സൈനികർക്കൊപ്പം ഭാരതത്തിൻ്റെ ഒരു ഇഞ്ച് മണ്ണ് പോലും വിട്ടുകൊടുക്കില്ല എന്ന പ്രതിജ്ഞ എടുക്കാൻ ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് എന്ന് കഴിയുമോ അന്ന് മാത്രമേ ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പുരോഗമനം ഉണ്ടാകൂ എന്ന ചിന്ത കൂടി ഞാനിവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. നമ്മൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഈ 50 വർഷത്തിന് പകരം ഉടനെ തന്നെ തലയിൽ വെളിച്ചമുണ്ടാകണമേ എന്ന പ്രാർത്ഥനയോടെ കൂടി ഈ ചർച്ച അവസാനിപ്പിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ജെ നന്ദകുമാർ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഡോക്ടർ ജയപ്രസാദ്, ശ്രീജിത്ത് പണിക്കർ, ഡോക്ടർ ജോസൂട്ടി, എല്ലാവർക്കും നന്ദി, നമസ്കാരം.